പക്ഷെ കഴിഞ്ഞ ഒരാഴ്ചത്തെയും അതിന് മുമ്പത്തെ ആഴ്ചത്തെയും പ്രസന്റേഷൻസ് എല്ലാം കേട്ടപ്പോൾ എനിക്ക് തോന്നി നമ്മളെ പരിസ്ഥിതി അവബോധത്തിന്റെ ഹ്യൂമൻ നേച്ചർ റിലേഷൻ, മനുഷ്യന്മാരുടെയും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തിനെ സംബന്ധിച്ചിട്ടുള്ള ബന്ധം ഒരു പ്രശ്നത്തിലായിട്ടുള്ള സാഹചര്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ പരിസ്ഥിതി പ്രശ്നം എന്നതിനെ പറയുന്നത്. അത് പരിസ്ഥിതി പ്രശ്നമാണോ മനുഷ്യന്റെ ജീവിത പ്രശ്നമാണോ എന്നൊക്കെ ഉള്ളതാണ് നമുക്ക് ചർച്ച ചെയ്യേണ്ടത്. അപ്പൊ എനിക്ക് തോന്നി നമ്മള് ക്ലൈമറ്റ് ചേഞ്ചിന്റെ ഇറയിൽ ജീവിക്കുമ്പം, അതായത് കാലാവസ്ഥ വലിയ തോതിൽ മാറുന്നു, നമ്മുടെ പ്രൊഡക്ഷൻ സിസ്റ്റംസും അതുപോലെ ജീവിതവും ഈ കൾച്ചർ അടക്കമുള്ള എല്ലാ സംഗതികളും ഒരു ക്രൈസിസിനെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മള് ഇതിനെ എങ്ങനെയാണ് കാണേണ്ടത് എന്ന് ആലോചിക്കുമ്പോൾ ഐഡിയോളജിക്കലായിട്ട് ഹ്യൂമൻ നേച്ചർ റിലേഷനെ പറ്റി, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയിട്ട് ഉണ്ടായിട്ടുള്ള ഒരു എവല്യൂഷൻ പറയുമായിരിക്കും നല്ലത് എന്ന് എനിക്ക് തോന്നി. കാരണം ജെൻഡറിന്റെ കാര്യത്തിലാണെങ്കിലും ഇന്നലെയും മിനിയാന്നുമായിട്ട് നടന്ന ഇക്കണോമിക് സിസ്റ്റത്തെ സംബന്ധിച്ചിട്ടുള്ള ഇതിലാണെങ്കിലും നമ്മളെ ഹിസ്റ്ററിയെ സംബന്ധിച്ചിട്ടാണെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുള്ളതിന്റെ ഒരു തുടർച്ചയാവുക ഇതാണെന്ന് തോന്നിയത് കൊണ്ടാണ് ഞാൻ അതിന് ഈ ഒരു ടൈറ്റിൽ കൊടുത്തത്, ലിവിങ് ഇൻ ദി ഇറ ഓഫ് ക്ലൈമറ്റ് ചേഞ്ച്, ഹ്യൂമൻ നേച്ചർ റിലേഷൻ, ഐഡിയോളജിക്കൽ എവല്യൂഷൻ എന്നാണ് അതിന് ഞാൻ ടൈറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതിനെ ഞാന് ഒരു 14 ഏരിയാസ് ആയിട്ട് തിരിച്ചിട്ടുണ്ട്. അതിനകത്താണ് നമ്മുടെ പ്രസന്റേഷൻസ് വരിക. ഏറ്റവും ആദ്യം ഇതിന്റെ കോണ്ടെക്സ്റ്റ് തന്നെയാണ്. നമ്മൾ കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാലത്താണ് ഇരിക്കുന്നത്. ജോജി മാഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ നമുക്ക് നമ്മുടെ ക്ലൈമറ്റ് സിസ്റ്റം, ഇപ്പൊ കഴിഞ്ഞ ദിവസം നമ്മുടെ തന്നെ പ്രഗത്ഭനായിട്ടുള്ള നമ്മുടെ കൂടെ തന്നെയുള്ള കാലാവസ്ഥാ ശാസ്ത്രജ്ഞനായിട്ടുള്ള അഭിലാഷ് പറഞ്ഞത് മൺസൂൺ സിസ്റ്റം കൊളാപ്സ്ഡ് എന്നാണ്. അപ്പോൾ നമുക്ക് അതുകൊണ്ട് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. മൺസൂൺ ആണ് നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യൻ സബ് കോണ്ടിനെന്റിനെ സംബന്ധിച്ച്, അതുപോലെ ഇക്വറ്റോറിയൽ റീജിയനിൽ ജീവിക്കുന്ന മനുഷ്യരെ സംബന്ധിച്ചൊക്കെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു ക്ലൈമറ്റ് സിസ്റ്റമാണ് മൺസൂൺ. അത് കൊളാപ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതം കൊളാപ്സ് ആയി എന്നാണ്, നമ്മുടെ കൃഷി കൊളാപ്സ് ആയി എന്നാണ്, നമ്മൾ ജീവിതത്തിന്റെ താളം തന്നെ തെറ്റി എന്നാണ് അർത്ഥം. നമ്മൾ എങ്ങനെയാണ് അതിജീവിക്കാൻ പോകുന്നത് എന്നുള്ളത്. അതുപോലെ നമ്മൾ കുട്ടനാട് എന്നുള്ള വാർത്തകൾ കേൾക്കുന്നു, വെള്ളം കയറിക്കൊണ്ടിരിക്കുന്നു. വയനാട് പോലുള്ള പ്രദേശങ്ങളിൽ, ഇടുക്കി പോലുള്ള പ്രദേശങ്ങളിൽ ലാൻഡ് സ്ലൈഡിന്റെ ഇഷ്യൂസ് ഉണ്ട്. അപ്പം നമ്മളൊരു വെള്ളം അല്ലെങ്കിൽ വരൾച്ച, അതുപോലെ കൃഷിനാശം തുടങ്ങിയ കാര്യങ്ങളുടെ അപ്പുറത്തേക്ക്, കുടിവെള്ളമില്ലായ്മ തുടങ്ങിയ കാര്യങ്ങളുടെ അപ്പുറത്തേക്ക് നമ്മൾ വലിയ ഡിസാസ്റ്റേഴ്സിനെ നാളെയോ മറ്റന്നാളോ നേരിടണം എന്നുള്ള സാഹചര്യങ്ങളിൽ എത്തി നിൽക്കുകയാണ്. ചിലരുടെ ജീവിതം എല്ലാ ദിവസവും, ഇപ്പം കുട്ടനാടുന്നും ലോ ലയിങ് കടലിനേക്കാൾ താഴ്ന്ന പ്രദേശങ്ങളിൽ, കേരളത്തിന്റെ തന്നെ പല ഭാഗത്തുള്ള ആലപ്പുഴ, കുട്ടനാട് പ്രദേശങ്ങളിൽ നിന്നൊക്കെ നമുക്ക് എല്ലാ ദിവസവും ഡിസാസ്റ്റർ ആവുന്ന അവസ്ഥയിലാണ് മനുഷ്യരുടെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ മൂക്കിന്റെ തുമ്പിൽ വന്ന് തട്ടി നിൽക്കുകയാണ്. പിന്നെ നമ്മുടെ ബയോഡൈവേഴ്സിറ്റി ലോസും ഇക്കോസിസ്റ്റം ഡിഗ്രഡേഷനും നമ്മൾ കഴിഞ്ഞ ഈ നടന്നുകൊണ്ടിരിക്കുന്ന 10 വർഷം ഇക്കോസിസ്റ്റം റീസ്റ്റോറേഷൻ ഡെക്കേഡായിട്ട് ആഘോഷിക്കാൻ വേണ്ടി UN തന്നെ പറഞ്ഞിരിക്കുകയാണ്. അതിന്റെ അർത്ഥം നമ്മുടെ ഇക്കോസിസ്റ്റംസും ബയോളജിക്കൽ ഡൈവേഴ്സിറ്റിയും അത്ര അധികം അറ്റൻഷൻ ആവശ്യമുള്ള ഒരു സമയത്താണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. ബയോഡൈവേഴ്സിറ്റി ലോസ് ഒക്കെ അതിന്റെ ഇപ്പം കാലാവസ്ഥ വ്യതിയാന കാലത്ത് ഈ ഡ്രാസ്റ്റിക് ആയിട്ട് കാലാവസ്ഥ മാറുന്ന സമയത്ത് ബയോഡൈവേഴ്സിറ്റി, നമ്മുടെ സ്പീഷീസുകൾ മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നാണ് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത്. അതായത് ലോ ലയിങ് ഏരിയയിൽ നിന്നും ടെമ്പറേച്ചർ കൂടുന്ന സ്ഥലങ്ങളിൽ നിന്നും ടെമ്പറേച്ചർ കുറഞ്ഞ സ്ഥലത്തേക്ക് മൈഗ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ എന്തായിരിക്കും അറ്റത്തുള്ള ആൾക്കാർക്ക് സംഭവിക്കുക, മലമുകളിലുള്ള ആളുകൾക്ക് സംഭവിക്കുക, അതുപോലെ ടിപ്പ് ഐലൻഡ് എന്ന് നമ്മൾ പറയുന്ന പലതരം ഐസൊലേറ്റഡ് ഇക്കോസിസ്റ്റങ്ങളിൽ ഇരിക്കുന്ന സ്പീഷീസുകൾക്ക് സംഭവിക്കുക. നമ്മുടെ ക്രോപ്പ്, പ്രത്യേകിച്ച് മനുഷ്യന്മാര് സെലക്ട് ചെയ്ത് ബ്രീഡ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് നമ്മുടെ വിളകളെല്ലാം. ആ വിളകൾക്കെല്ലാം എന്ത് സംഭവിക്കും, പ്രത്യേകം സ്പെസിഫിക് ആയിട്ടുള്ള ഇക്കോസിസ്റ്റത്തിനകത്ത് നമ്മൾ വീണ്ടും വീണ്ടും കൃഷി ചെയ്ത് അവിടത്തേക്ക് രൂപപ്പെടുന്ന രീതിയിൽ പരുവപ്പെടുത്തിയെടുത്തിട്ടുള്ള വിള ഇനങ്ങൾക്ക് എന്താണ് സംഭവിക്കുക, വിള ഇനങ്ങൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റാതിരുന്നാൽ നമ്മുടെ ഭക്ഷ്യസുരക്ഷ എന്താവും, അത്തരത്തിലുള്ള നിരവധിയായിട്ടുള്ള ആകുലതകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത്. അതുപോലെ മനുഷ്യന്മാരുടെ ആരോഗ്യം, നമ്മളിപ്പം കൊറോണന്റെ വേവ് കഴിഞ്ഞിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. നിപ്പ കേരളത്തെ തന്നെ എല്ലാ വർഷവും നിപ്പ നമ്മളെ പേടിപ്പിക്കുന്നുണ്ട്. എബോള പോലുള്ള വലിയ ഇൻസിഡൻസ് നമ്മൾ ഗ്ലോബിന്റെ മറ്റു ഭാഗത്തു നിന്നും അറിയുന്നുണ്ട്. ഇതെല്ലാം ഇനി എന്തൊക്കെയാണ് വരാനിരിക്കുന്നത് എന്നുള്ളത് നമുക്കറിയില്ല.
മറ്റൊന്നാണ് സോയിൽ ഡിഗ്രഡേഷൻ. മനുഷ്യന്റെ നമ്മളുടെ എല്ലാ പ്രൊഡക്ഷൻ സിസ്റ്റത്തിന്റെയും ആയിട്ടുള്ള മണ്ണ്, ഭക്ഷണത്തിന്റെ അടിസ്ഥാനമായിട്ടുള്ള മണ്ണ് വലിയ തോതിൽ ആഗോളതലത്തിൽ എല്ലാ ഇക്കോസിസ്റ്റങ്ങളിലും മണ്ണിന്റെ ഡീഗ്രഡേഷൻ നടന്നു കഴിഞ്ഞു. അതിന് നമ്മൾ എങ്ങനെ തിരിച്ചു പിടിക്കാൻ പറ്റും? ഞാനിപ്പോ ഇൻട്രൊഡ്യൂസ് ചെയ്തപ്പം പിന്നെ സുരേഷ് ഏട്ടൻ പറഞ്ഞ ആന്ത്രപ്പോജനിക് സോയിൽസ് എന്നുള്ള ഒരു പ്രോജക്റ്റിലാണ് ഞാനിപ്പോ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓൾ ഓവർ ദ ഗ്ലോബ്, ലോകത്തിന്റെ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുള്ള പ്രശ്നം, ആന്ത്രപ്പോസീനില് മണ്ണിനുണ്ടാകുന്ന പ്രശ്നത്തെ പഠിക്കുകയും റീകൂപ്പ് ചെയ്യാനുള്ള മനുഷ്യന്മാരുടെ എഫേർട്ടുകളെ ഡോക്യുമെന്റ് ചെയ്യുന്ന ഒരു പ്രോജക്റ്റ് ആണത്. അപ്പോ നമുക്ക് മനസ്സിലാവുന്നത് വലിയൊരു ക്രൈസിസ് ആണ്, ഒരു മനുഷ്യന്മാരുടെ ഒരു വലിയ ക്രൈസിസ് തന്നെയാണ് ഈ സോയിൽ ഡിഗ്രഡേഷൻ എന്ന് പറയുന്നത്. മറ്റൊന്ന് ഫുഡ് ക്രൈസിസ് ആണ്. ഇത് സോയിൽ ഡിഗ്രഡേഷനുമായിട്ടും ബയോഡൈവേഴ്സിറ്റി ലോസുമായിട്ടും ചേർന്ന് നിൽക്കുന്ന ഒരു സംഗതിയാണ് ഫുഡ് ക്രൈസിസ്. എങ്ങനെയായിരിക്കും, പ്രത്യേകിച്ചും ഭൂമധ്യരേഖ പ്രദേശത്തെ കാലാവസ്ഥാ സിസ്റ്റംസ് തകരാറിലാകുന്ന സമയത്ത് വരും കാലത്ത് നമ്മുടെ ഭക്ഷ്യോൽപാദനവും ഭക്ഷ്യസുരക്ഷയും എന്തായിരിക്കും എന്നുള്ളതിനെ പറ്റിയിട്ടുള്ള ആശങ്കകൾ നമുക്കുണ്ട്. ഇതിന്റെ എല്ലാം പുറമെ ഇന്നലത്തെ പ്രസന്റേഷനിൽ നമ്മൾ വളരെ കൃത്യമായിട്ട് കേട്ടു, ക്രോണിക് ക്യാപിറ്റലിസം, ഗ്ലോബലൈസ്ഡ് നിയോ ലിബറൽ ഒരു വേൾഡിനകത്ത് ഓരോ രാജ്യങ്ങൾക്കകത്തും അതെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എങ്ങനെയാണ് വികസനം ആസൂത്രണം ചെയ്യപ്പെടുന്നത്, ഈ നമ്മൾ മേലെ സൂചിപ്പിച്ച നമ്മൾ മനുഷ്യന്മാരുടെ, സാധാരണ മനുഷ്യന്മാരുടെ ആകുലതകൾ ഉൾച്ചേർക്കുന്ന തരത്തിലുള്ള യാതൊരു കാര്യങ്ങളും രാഷ്ട്രീയ ഇടത്തിൽ കാണാതിരിക്കുകയും ചെയ്യുന്ന ഒരു കാലത്താണ് നമ്മൾ ഇരിക്കുന്നത്. അതിനുള്ള വലിയ ഉദാഹരണമാണ് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന യുദ്ധങ്ങൾ. കുഞ്ഞുങ്ങൾ മരിക്കുന്നു. എത്രയോ ദിവസമായിട്ട് നമ്മൾ ന്യൂസ് പേപ്പറിൽ, കുറെ ദിവസം കഴിയുമ്പോൾ നമ്മൾ തന്നെ ഈ ചിത്രങ്ങളോടും പിന്നെ മരണങ്ങളോടും ബോംബിങ്ങിനോടും ഒക്കെ നിസ്സംഗരായി മാറുന്ന ഒരവസ്ഥയിലാണ് രാജ്യം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതാണ് നമ്മളുടെ സംസാരത്തിന്റെ കോൺടെക്സ്റ്റ്. ഇതെല്ലാം ഇക്കോളജിയായിട്ട് ബന്ധപ്പെട്ടിട്ടും മനുഷ്യരുടെ പരിസ്ഥിതിയായിട്ടും ബന്ധപ്പെട്ടിട്ടും ഇരിക്കുന്നു എന്നുള്ളത് കൊണ്ടാണ് ഈ കോണ്ടെക്സ്റ്റിൽ നമ്മൾ പരിസ്ഥിതിയെ പറ്റിയും മനുഷ്യനും അവരുടെ പരിസ്ഥിതിയും തമ്മിലുള്ള ബന്ധത്തെ പറ്റിയുമുള്ള നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നത് എന്നതിന്റെ നാൾവഴികളെ പറ്റി നോക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എല്ലാ കാലത്തും മനുഷ്യന്മാരും പ്രകൃതിയും തമ്മിലുള്ള ബന്ധത്തെ, അല്ലെങ്കിൽ എൻവിറോൺമെന്റലിസം എന്ന് നമ്മൾ പറയുന്ന പരിസ്ഥിതി ചിന്തയ്ക്ക് രണ്ട് ധാരകളുണ്ട്. അത് ആന്ത്രപ്പോസെൻട്രിക് ആയിട്ടുള്ള ഒരു ധാരയും ബയോസെൻട്രിക് ആയിട്ടുള്ള ഒരു ധാരയുമാണ്. ആന്ത്രപ്പോസെൻട്രിക് ധാര എന്ന് പറയുന്നത് മനുഷ്യ കേന്ദ്രീകൃതമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. അതിനകത്ത് ആ ആന്ത്രപ്പോസെൻട്രിക് ധാര വിശ്വസിക്കുന്നത്, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ആളുകൾ പറയുന്നത്, മനുഷ്യന്മാരുടെ പരിസ്ഥിതി, അപ്പോ മനുഷ്യരുടെ ഇപ്പം എനിക്ക് തോന്നുന്നു ജോജി മാഷ് പോലും പറഞ്ഞ് അവസാനിപ്പിച്ചത് അതാണ്, മനുഷ്യന്മാരുടെ ഹെൽത്ത്, മനുഷ്യരുടെ നിലനിൽപ്പ്. അതുകൊണ്ടാണ് നമ്മൾ ഇക്കോസിസ്റ്റം സർവീസസ് എന്നൊക്കെയുള്ള വാക്കുകളൊക്കെ ഉണ്ടായി വരുന്നത്. അങ്ങനെയാണ് ഇക്കോസിസ്റ്റത്തിന്റെ ഹെൽത്ത് എന്നുള്ളതിനേക്കാൾ ഇക്കോസിസ്റ്റം നമുക്ക് തരുന്ന സർവീസുകൾ എല്ലാം തന്നെ നിലനിർത്തുന്നതിന് വേണ്ടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നാണ് നമ്മൾ ആലോചിക്കുന്നത്. അത്തരത്തിൽ മനുഷ്യരുടെ ആരോഗ്യം, മനുഷ്യരുടെ നിലനിൽപ്പ്, മനുഷ്യർക്ക് വേണ്ടി പ്രകൃതി എന്ന് ചിന്തിക്കുന്നതിനെയാണ് ആന്ത്രപ്പോസെൻട്രിസം അല്ലെങ്കിൽ ആന്ത്രപ്പോസെൻട്രിക് അപ്രോച്ച് എന്ന് നമ്മൾ പറയുന്നത്. അതുപോലെ ബയോസെൻട്രിസം എന്ന് പറയുമ്പം എസെൻഷ്യൽ ആയിട്ടും ഒരു എൻവിറോൺമെന്റിന് തന്നെ ഒരു എത്തിക്കൽ സ്ഥലമുണ്ട്. എല്ലാ മൃഗങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള ഒരു റൈറ്റ് ഉണ്ട്. മനുഷ്യന്മാർക്ക് മാത്രമല്ല റൈറ്റ് ഉള്ളത്, അതിന്റെ അപ്പുറത്തും മൃഗങ്ങൾക്ക് ഒരു റൈറ്റ് ഉണ്ട്, പുഴയ്ക്കൊരു റൈറ്റ് ഉണ്ട്, മലയ്ക്കൊരു റൈറ്റ് ഉണ്ട് എന്നൊക്കെ ഇപ്പം ഏറ്റവും റീസെന്റ് ആയിട്ട് ഈ നമ്മുടെ ഭൗമ രൂപങ്ങൾക്കും അവകാശങ്ങളുണ്ട് എന്നൊക്കെ പല രാജ്യങ്ങളൊക്കെ അംഗീകരിച്ച്, ഞാൻ അതിലേക്ക് വരാം, തുടങ്ങിയിട്ടുള്ള ഒരു കാലത്താണ് നമ്മൾ ഇരിക്കുന്നത്. അപ്പം ബയോസെൻട്രിസവും ആന്ത്രപ്പോസെൻട്രിസവും ഒരേപോലെ വികസിച്ച് വരുന്ന രണ്ട് തോട്ടുകളാണ്. നമ്മളെ നോക്കുന്ന എല്ലാത്തിലും കയറിയും ഇറങ്ങിയും ഇരിക്കുന്നതായിട്ട് കാണാൻ വേണ്ടി പറ്റും. പക്ഷെ പ്രത്യേകിച്ച് ഒരു ക്യാപിറ്റലിസ്റ്റിക് വേൾഡ് ഓർഡറിൽ ഇരുന്നുകൊണ്ട് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ആന്ത്രപ്പോസെൻട്രിസത്തിന് കുറച്ചും കൂടി കൂടുതൽ പ്രാവീണ്യം ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലത്താണ് നമ്മൾ ഇരിക്കുന്നത്. പക്ഷെ ബയോസെൻട്രിസത്തിന് വേറൊരു രീതിയിൽ ആൾക്കാര് ഉപയോഗിക്കുന്നുണ്ട്. ഇപ്പൊ ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ, ഈ പ്രസന്റേഷന്റെ അവസാനത്തിലേക്ക് അത് വരും, എങ്കിലും തുടക്കത്തിൽ പറയാണ്, ലോകത്തിലെ പല രാജ്യങ്ങളും, ഇപ്പൊ ബൊളീവിയ പോലെയുള്ള രാജ്യം, പല രാജ്യങ്ങളും അവിടുത്തെ മൗണ്ടെയിൻസ്, അവിടുത്തെ നദികൾ, അത്തരം സംഗതികൾക്ക് ഒരു പേഴ്സണായിട്ട് അവരുടെ ലീഗൽ സിസ്റ്റത്തിന്റെ അകത്ത്
ഒരു ഇൻഡിവിജ്വൽ എന്നുള്ള രീതിയിൽ കൺസിഡറേഷൻ കൊടുക്കുകയും അവർക്ക് അവകാശമുണ്ട്, നിലനിൽക്കാനുള്ള അവകാശം ഉള്ളതുകൊണ്ട് അതിനെ പ്രൊട്ടക്ട് ചെയ്യാന്നുള്ളത് ഒരു ലീഗൽ സ്റ്റേറ്റിന്റെ ലീഗൽ ഒബ്ലിഗേഷൻ ആയിട്ട് കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. ഇതേ സാധനം തന്നെ പിന്നെ ഇന്ത്യയും കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്ത്യയിലെ ഗംഗേനെയാണ് ഇത്തരത്തിൽ ഒരു പേഴ്സണൽ ഒരു നറേറ്റീവിലേക്ക് കൊണ്ടുവരികയും നമ്മുടെ ലീഗൽ സിസ്റ്റത്തിന്റെ ഭാഗമാക്കുകയും ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇന്ത്യക്കകത്ത് ആ നദീനെ അംഗീകരിക്കുന്നത് ഒരു ഹോളി റിവർ ആയതുകൊണ്ടാണ്. പക്ഷെ അപ്പുറത്ത് അത് അംഗീകരിക്കുന്നത് ഒരു ബയോളജിക്കൽ ഫോർമേഷൻ എന്നുള്ള രീതിയിൽ തന്നെ റിവറിനൊരു അവകാശമുണ്ട്, ഒരു അധികാരം, ഒരു റൈറ്റ് ഉണ്ട് എന്നുള്ള കോൺഷ്യസ്നെസ് നിന്നാണ്. അവിടെയാണ് ഡിഫറൻസ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ആന്ത്രപ്പോസെൻട്രിസവും ബയോസെൻട്രിസവും ഓവർലാപ്പിംഗ് ആയിട്ട് പല സ്ഥലത്തും പ്രയോഗിക്കപ്പെടുന്നത് കാണാം. ഇത് ഈ കാലത്ത്, പ്രത്യേകിച്ചും നമ്മൾ ഇരിക്കുന്ന കാലത്ത്, ഈ ക്യാപിറ്റലിസംറ്റിക് ആയിട്ടുള്ള ഒരു സ്ഥലത്ത് എല്ലാം ഒരു ഗ്രേ ആയിട്ട് കാണപ്പെടും എന്ന് പറഞ്ഞതുപോലത്തെ നമുക്ക് തിരിച്ചറിയാൻ പറ്റാത്ത രീതിയിൽ ഇത് രണ്ടും മേൽമേൽ കയറിയിരിക്കുകയും അതുകൊണ്ട് നമ്മുടെ പല മൂവ്മെന്റുകളെയും പല ഇടപെടലുകളെയും ഏത് തരത്തിൽ വേണമെങ്കിലും ആൾക്കാർക്ക് ഇന്റർപ്രറ്റ് ചെയ്യാന്നുള്ള ഒരു സാധ്യതയും വന്ന് നിൽക്കുന്നു എന്നുള്ളതാണ്. നമുക്കിപ്പോ ഭൂമി പൂജയൊക്കെ നടത്തിയതിനെ പറ്റി, നമ്മൾ എർത്ത് ഡേന്റെ സമയത്ത് ഭൂമി പൂജയൊക്കെ കേരളത്തിൽ നടത്തിയതിനെ പറ്റിയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ അത്തരത്തിൽ. അപ്പോ അതുകൊണ്ട് നമ്മൾ ഇത് വളരെ കൃത്യമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. ബയോസെൻട്രിസവും ആന്ത്രപ്പോസെൻട്രിസവും തമ്മിലാണോ യഥാർത്ഥത്തിൽ ഒരു കോൺഫ്ലിക്ട് വേണ്ടത്, അതോ മറ്റേതെങ്കിലും തരത്തിലാണോ എന്നുള്ളത് അതിലേക്ക് നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ആയിട്ട് പിന്നീട് വരാം. പലപ്പോഴും ഈ റിലീജിയസ് ഐഡിയോളജീസ് ബയോസെൻട്രിസം അതൊരു പ്യുവർ ആയിട്ട് നോക്കിയാൽ, കാരണം നെക്സ്റ്റ് സ്ലൈഡിൽ ഞാനത് പറയാം. ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഇനി നമുക്ക് നോക്കാം ഏർലി ഐഡിയാസ്. ഏറ്റവും ആദ്യം ഇപ്പൊ നമുക്ക് സാധാരണ നമ്മൾ 1960 മുതലാണ് നമ്മുടെ എൻവിറോൺമെന്റൽ മൂവ്മെന്റുകളുടെ ഒരു ചരിത്രം എന്നൊക്കെ പറയാം. പക്ഷെ എന്നാലും കൂടിയും നമുക്ക് കുറച്ചുകൂടി ആഴത്തിൽ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഈ ഹ്യൂമൻ നേച്ചർ റിലേഷൻഷിപ്പിനെ പറ്റിയിട്ടുള്ള ഒരു ധാരണ, പരിസ്ഥിതിയെ സംരക്ഷിക്കേണ്ടത് അത്യാവശ്യമാണെന്നുള്ള ഒരു ധാരണ മനുഷ്യന്മാരെ എല്ലാ കാലത്തും പുലർത്തി വന്നിട്ടുണ്ട്. അതിൽ തന്നെ ഈ ഇപ്പം ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് ആയിട്ടുള്ള റിലീജിയൻസ് ആയിട്ടുള്ള ജൈനിസം, ബുദ്ധിസം പോലത്തെ ആൾക്കാർ ഇന്ത്യക്കകത്തും മറ്റ് പല രാജ്യങ്ങളിലും ഈ റിലീജിയന്റെ ഭാഗമായിട്ടിരിക്കുമ്പോൾ പരിസ്ഥിതിനെ നമുക്ക് പ്രകൃതി പ്രതിഭാസങ്ങളോടുള്ള ഭയം, അത് നമുക്ക് അതിനെ ആരാധിക്കേണ്ടതാണ്, സംരക്ഷിക്കേണ്ടതാണ് എന്നുള്ള ധാരണ മനുഷ്യന്മാർക്ക് ഒരിക്കലും ഈ പ്രകൃതിന്റെ പ്രോസസ്സുകളെ ഓവർറൂൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ള റിലീജിയസ് ആയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഒക്കെയാണ് ഏറ്റവും ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയാം. ഇനി ഇത് നോക്കിയാൽ അതെല്ലാം പോയി നമ്മൾ പുതിയ സയന്റിഫിക് ഇറയിലാണ് ഇരിക്കുന്നതെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇപ്പോഴും ഇത് മനസ്സിലാക്കേണ്ട ആവശ്യമുണ്ട് എന്ന് പറയുന്നത്. ഇപ്പൊ പല കമ്മ്യൂണിറ്റീസിലും അവരുടെ വേൾഡ് വ്യൂ ആയിട്ട് അവരുടെ ഈ മനുഷ്യന്മാരുടെ വേൾഡ് വ്യൂവിനെ തീരുമാനിക്കുന്നത് ഇപ്പോഴും റിലീജിയൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ പല റിലീജിയൻസിന്റെയും ഭാഗമായിട്ട് നിലനിൽക്കുന്ന പരിസ്ഥിതി ബോധം അവരുടെ പൊതുസ്ഥലത്തുള്ള ഇടപെടലുകളെയും ഓരോ ഇഷ്യൂസിനെയും അഡ്രസ് ചെയ്യുന്ന, പരിസ്ഥിതി പ്രശ്നത്തെ അഡ്രസ് ചെയ്യുന്ന സമയത്ത്, വികസനത്തെ എങ്ങനെ കാണുന്നു എന്ന് നോക്കുന്ന സമയത്ത് ആ ഫിലോസഫീസും ആ വേൾഡ് വ്യൂവും കാര്യമായിട്ട് ഇൻഡിവിജ്വലിന്റെ ബേസിലും അതുപോലെ തന്നെ കൂട്ടങ്ങളുടെ, സാമൂഹികമായിട്ടുള്ള കൂട്ടങ്ങളുടെ ബേസിലും പ്രവർത്തിക്കുന്നുണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇപ്പൊ ഞാനൊക്കെ പഠിക്കുന്നത് അധികവും ഇൻഡിജിനസ് കമ്മ്യൂണിറ്റീസിന്റെ വേൾഡ് വ്യൂവിനെ സംബന്ധിച്ചിട്ടാണ്. അപ്പൊ അങ്ങനെ നോക്കുന്ന സമയത്ത് വ്യത്യസ്തരായിട്ടുള്ള കമ്മ്യൂണിറ്റീസിന് വ്യത്യസ്തമായിട്ടുള്ള വേൾഡ് വ്യൂസ് ഉണ്ടെന്നും അവർ ഫോറസ്റ്റിനെ ആണെങ്കിലും വൈൽഡ് ലൈഫിനെ ആണെങ്കിലും വികസനത്തിനെ ആണെങ്കിലും അവരുടെ പുതിയ ആവശ്യങ്ങളാണെങ്കിലും പ്രകൃതി വിഭവങ്ങളെ എങ്ങനെ ഉപയോഗിക്കാം എന്നുള്ളതിനെ സംബന്ധിച്ചൊക്കെ തന്നെ അവരുടെ ഇടയിൽ വ്യത്യസ്തമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്ങുകൾ നിലനിൽക്കുന്നുണ്ട്. അപ്പം റിലീജിയൻ ഒരു പഴയ ഏർലി ഐഡിയാസ് എന്ന് നമ്മൾ പറയുമ്പോൾ പോലും റിലീജിയൻ ഇപ്പോഴും ഈ നമ്മൾ ജീവിക്കുന്ന കോണ്ടംപററി സമൂഹത്തിലുള്ള ആൾക്കാരെയും ഈ റിലീജിയസ് വാല്യൂസ് അവരുടെ എൻവിറോൺമെന്റിലുമായി ബന്ധപ്പെട്ട ഡിസിഷൻസ് എടുക്കുന്നതിന് വേണ്ടിയിട്ട് അവരെ സ്വാധീനിക്കുന്നുണ്ട് എന്ന് നമുക്ക് ആഴത്തിൽ നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. കാരണം നമ്മുടെ നാട്ടിൽ തന്നെ നടക്കുന്ന പല കാര്യങ്ങളിലും എടുക്കുന്ന ഡിസിഷൻസ് നമുക്ക് നോക്കിയാൽ അതിനെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി അതും റിലീജിയൻ കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയാലും ഈ സയൻസിന്റെ ഒരു അഡ്വാൻസ് വരുന്നതിന് മുമ്പ് തന്നെ പല സ്ഥലങ്ങളിലും ഇത്തരത്തില് പലയിടങ്ങളിലും ചെറിയ ചെറിയ നിയമങ്ങൾ അതുപോലെ ബുക്കുകൾ ഒക്കെ എഴുതപ്പെട്ടിട്ടുള്ളതായിട്ടും
ആൾക്കാര് പരിസ്ഥിതിയെ പറ്റിയിട്ടുള്ള ഒരു ബോധ്യം സ്വയം ഉണ്ടാവുന്നതായിട്ടൊക്കെ നമുക്ക് കാണാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന ഇത്രയേ ഉള്ളൂ. ഒരു പ്രകൃതിയെ സംബന്ധിച്ചും പ്രകൃതിയിലെ വിഭവങ്ങൾ ലിമിറ്റഡ് ആണ് എന്നുള്ളതിനെ സംബന്ധിച്ചും, അതുപോലെ തന്നെ പ്രകൃതി പ്രതിഭാസങ്ങളെ മനുഷ്യന്മാർക്ക് കംപ്ലീറ്റ് ആയിട്ടും ഓവറോൾ ചെയ്യാൻ പറ്റില്ല എന്നുള്ളതിനെ പറ്റിയും, എത്രത്തോളം നമുക്ക് വരുതിയിൽ വരുത്താം എന്നുള്ളതിനെ പറ്റിയിട്ടും ഒക്കെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്കിടയിൽ വ്യത്യസ്തമായിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു. ഓരോ ജനവിഭാഗങ്ങളുടെയും അവരുടെ ഓർഗനൈസേഷന്റെ വലുപ്പം, സോഷ്യൽ ഓർഗനൈസേഷന്റെ വലുപ്പവും ആഴവും അനുസരിച്ചിട്ട് അതിനകത്ത് നിയമങ്ങൾ പോലുള്ള കാര്യങ്ങൾ വരെ പോലും എത്തിയിട്ടുണ്ടായിരുന്നു പഴയ കാലത്തുള്ള സ്റ്റേറ്റുകളിൽ എന്നാണ് ഞാൻ പറയാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. പിന്നെ ഈ ഇൻഡസ്ട്രിയൽ റവല്യൂഷന്റെ കാലത്ത്, ഇൻഡസ്ട്രിയൽ റവല്യൂഷൻ ആരംഭിച്ച സമയത്ത് തന്നെ പല തോതിലുള്ള കാര്യങ്ങൾ ആൾക്കാർ മനസ്സിലാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. വലിയ മെഷീൻസും ഒക്കെ ഉണ്ടാക്കുന്ന എയർ ഇൻഡസ്ട്രീസ് ഉണ്ടാക്കുന്ന എയർ പൊല്യൂഷൻസ്, കോൾ കൺസംഷൻ ഉണ്ടാക്കുന്ന പിന്നെ പൊല്യൂഷൻ, അതുപോലെ വേസ്റ്റ്, അതുപോലെ കെമിക്കൽ ഡിസ്ചാർജ്, ഇൻഡസ്ട്രി എന്നുള്ള കെമിക്കൽ ഡിസ്ചാർജുകളെ പറ്റിയിട്ടൊക്കെ ആൾക്കാർക്ക് ബോധ്യം ഉണ്ടായിരുന്നു. അപ്പം പ്രത്യേകിച്ചും ഈ ഇൻഡസ്ട്രിയലൈസേഷൻ ആദ്യമായിട്ട് ആരംഭിച്ചിട്ടുള്ള രാജ്യങ്ങളിൽ ആണ് ഇത്തരം അണ്ടർസ്റ്റാൻഡിങ് ആദ്യം ഉണ്ടാവുകയും 1863 നമ്മള് ആൽക്കലി ആക്ട് ഉണ്ടായിട്ടുള്ളത് ബ്രിട്ടനിൽ. അപ്പം അതാണ് ഏറ്റവും ആദ്യത്തെ ഒരു എൻവിറോൺമെന്റൽ നിയമമായിട്ട് പറയപ്പെടുന്നത്. അതുപോലെ പിന്നെ കോളിൽ നിന്നുള്ള സ്മോക്കിനെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമം ഉണ്ടായിട്ടുണ്ട്. ഒരു NGO തന്നെ ആ സമയത്ത് കോൾ സ്മോക്ക് അബാൻഡ്മെന്റ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ഒരു NGO തന്നെ 1898 ആദ്യത്തെ NGO ആയിട്ടൊക്കെയാണ് അതിനെ പറയുന്നത്. ഒരു ഓർഗനൈസേഷൻ തന്നെ, NGO എന്ന് നമുക്കിപ്പോ പറയേണ്ട ഓർഗനൈസേഷൻ തന്നെ ഉണ്ടായി വന്നിട്ടുണ്ട്. ഇങ്ങനത്തെയൊക്കെ ഒരുപാട് സംഗതികൾ നമുക്ക് പ്രീ 1960s നമുക്ക് കാണാൻ വേണ്ടി പറ്റും. പിന്നെ ഈ എസ്റ്റാബ്ലിഷ്മെന്റ് ഓഫ് റോയൽ സൊസൈറ്റി ഓഫ് പ്രൊട്ടക്ഷൻ ഓഫ് ബേർഡ്സ്, അത് സീ ബേർഡ് പ്രിസർവേഷൻ ആക്ട് 1869 സീ ബേർഡ് പ്രിസർവേഷൻ ആക്ടിനെ ബേസ് ചെയ്തുകൊണ്ടാണ് ഈ റോയൽ സൊസൈറ്റി ഓഫ് ബേർഡ്സ് ഉണ്ടായത്. ഇപ്പോഴും ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണത്. ഇതൊക്കെ ഇതിന്റെ ഒരു പ്രീകേഴ്സേഴ്സ് നമുക്ക് പറയാൻ വേണ്ടി പറ്റും. ലോകത്തിലെ ഈ നമ്മുടെ നാട്ടിലും ഇതുപോലത്തെ സംഗതികളൊക്കെ ഉണ്ടായിട്ടുണ്ടാവാം. പക്ഷെ അത് നമ്മൾ ഈ ഒരു പ്രസന്റേഷന് വേണ്ടിയുള്ള അന്വേഷണങ്ങളിൽ കണ്ടെത്താൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. യഥാർത്ഥത്തിൽ നമ്മൾ അതും ആലോചിക്കുകയും കണ്ടെത്തുകയൊക്കെ ചെയ്യേണ്ടതാണ്. ഒരുപാട് ആളുകൾ പ്രവർത്തിച്ചിട്ടുണ്ടാവാം, ഒരുപാട് കാര്യങ്ങൾ നടന്നിട്ടുണ്ടാവാം. ഇപ്പം അശോകന്റെ ഒക്കെ കാലത്തെ പിന്നെ മരങ്ങൾ നടുന്നതിനെ പറ്റിയൊക്കെ നമ്മൾ ഹിസ്റ്ററിയിൽ പഠിക്കുന്നുണ്ടല്ലോ. പക്ഷെ അതത്ര ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല. പിന്നെ ഇനി നമുക്ക് പറയാനുള്ളത് 1800കളിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അണ്ടർസ്റ്റാൻഡിങ് എന്ന് പറയുന്നത് മാർക്സിസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ് തന്നെയാണ്. അപ്പൊ നമുക്കറിയാവുന്നതുപോലെ തന്നെ ഇപ്പം, അതായത് നമുക്കതിനെ രണ്ടു തരത്തിൽ കാണാം. ഒന്ന് മാർക്സിന്റെയും ഏംഗൽസിന്റെയും റൈറ്റിംഗ്സിലുള്ള പരിസ്ഥിതിയെ സംബന്ധിച്ചിട്ടുള്ള അവരുടെ അണ്ടർസ്റ്റാൻഡിങ്ങും അവർ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളും, പിന്നീട് ഈ കാര്യങ്ങളെ മുൻനിർത്തിക്കൊണ്ട് മാർക്സിസം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാഖ തന്നെ വളർന്നു വരികയും അത് മുന്നോട്ട് പോവുകയും ചെയ്യുന്നുണ്ട്. അവര് ഈ ക്ലൈമറ്റ് ചേഞ്ച് അടക്കമുള്ള കാര്യങ്ങളിൽ ഇടപെട്ട് അതിനെ ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട മാർക്സിന്റെ കോട്ട് എന്താണ്? ഈ നേച്ചർ ഈസ് ദ ഇൻഓർഗാനിക് ബോഡി ഓഫ് മാൻ എന്നുള്ളതാണ്. ഒരു മനുഷ്യൻ എന്ന് പറയുന്നത് ഒരു സോഷ്യൽ റിലേഷൻഷിപ്പിന്റെ എൻസംബ്ലേജ് ആണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ മനുഷ്യന്റെ ഓർഗാനിക് ബോഡി, അത് ഓർഗാനിക് ബോഡി നമ്മൾ ഭക്ഷണം കഴിക്കുകയും ശ്വസിക്കുകയും ഒക്കെ ചെയ്ത് ജീവിക്കുന്നത് പോലെ തന്നെ ഈ വായു വരുന്നത് പുറത്തുനിന്നാണ്, വെള്ളം വരുന്നത് പുറത്തുനിന്നാണ്, ഭക്ഷണം വരുന്നത് പുറത്തുനിന്നാണ്. അത് തിരിച്ച് പ്രകൃതിയിലേക്ക് തിരിച്ചു പോയിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ എല്ലാ ഓർഗൻസും, നമ്മുടെ ബ്രെയിൻ അടക്കമുള്ള ഓർഗൻസ്, നമ്മുടെ ചിന്തകൾ അടക്കമുള്ള സംഗതികൾ മെറ്റീരിയൽ വേൾഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടിരിക്കുകയാണ്, ഫിസിക്കൽ വേൾഡുമായിട്ട് ബന്ധപ്പെട്ടിട്ടിരിക്കുകയാണ് എന്നുള്ളതാണ് ഈ നേച്ചർ ഈസ് ദ ഇൻഓർഗാനിക് ബോഡി ഓഫ് മാൻ എന്നുള്ള. അത് ആക്ച്വലി എനിക്ക് തോന്നുന്നു ഏറ്റവും വലിയ മനോഹരമായിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ്. ഇപ്പോഴും ഈ ഹ്യൂമൻ നേച്ചർ ഡിവൈഡിനെ അഡ്രസ് ചെയ്യാൻ ശ്രമിക്കുമ്പം പലപ്പോഴും നമ്മൾ പൂർണ്ണമായ അർത്ഥത്തിൽ എടുക്കാത്ത ഒരു സംഗതിയായിട്ട് നമുക്ക് എപ്പോഴും മനസ്സിലാക്കാൻ വേണ്ടി പറ്റും.
അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ക്യാപിറ്റലിസ്റ്റിക് ക്ലാസ് സ്ട്രഗിളിനെ വേണ്ടിയിട്ടുള്ള മാർക്സിന്റെ ക്രിട്ടിക്കിന്റെ അകത്ത് എൻവിറോൺമെന്റൽ ക്രിട്ടിക്കും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എങ്ങനെയാണോ ലേബറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് പിന്നെ ക്യാപിറ്റലിസം സർപ്ലസ് ഉണ്ടാക്കുന്നത്, പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്, അതുപോലെ തന്നെയാണ് എൻവിറോൺമെന്റിനെയും എക്സ്പ്ലോയിറ്റ് ചെയ്തുകൊണ്ട് ക്യാപിറ്റലിസം മാസ് പ്രൊഡക്ഷൻ സിസ്റ്റത്തെ സപ്പോർട്ട് ചെയ്യുന്നത് എന്നുള്ളതാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതിനുവേണ്ടി അന്ന് ഏറ്റവും ആദ്യം പറയാൻ ശ്രമിച്ചത് സോയിലുമായിട്ട് ബന്ധപ്പെട്ട മാസ് അഗ്രികൾച്ചറും അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചറുമായി ബന്ധപ്പെട്ടിട്ടുള്ള സോയിൽ ഡിപ്ലേഷനുമായി ബന്ധപ്പെട്ടിട്ടായിരുന്നു. എങ്ങനെയാണോ ലേബറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നത്, അതുപോലെ തന്നെയാണ് ഇൻഡസ്ട്രിയൽ അഗ്രികൾച്ചർ സോയിലിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുകയും മാസ് പ്രൊഡക്ഷൻ ഉണ്ടാക്കുകയും അത് മാർക്കറ്റിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നത് എന്ന് അദ്ദേഹം വളരെ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ മെറ്റബോളിക് ഡ്രിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള തിയറി, അതും ഇത് തന്നെയാണ്. ഒരു ക്യാപിറ്റലിസ്റ്റിക് വേൾഡ് ഓർഡറിൽ മനുഷ്യന്മാര് പരിസ്ഥിതിയിൽ നിന്നും ലേബറിനെയും അതുപോലെ പ്രകൃതി വിഭവങ്ങളെയും ഉപയോഗിച്ചിട്ട് പ്രോഡക്റ്റ് ഉണ്ടാക്കുകയും ആ പ്രോഡക്റ്റിന് ഒരു യൂസ് വാല്യൂവിന്റെ അപ്പുറത്തേക്ക് യൂസ് വാല്യൂ എക്സ്ചേഞ്ച് വാല്യൂ ഉണ്ടാകുന്ന സമയത്ത് നമുക്ക് ഈ പറയുന്ന നേരിട്ടുള്ള പ്രകൃതി എന്നുള്ള ഒരു ഭിന്നിപ്പ് മനുഷ്യ സമൂഹത്തിന് ഉണ്ടാവുകയാണ് എന്നുള്ളതാണ്. ആ മെറ്റബോളിക് റിഫ്റ്റിനെയാണ് യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റുകൾ പിന്നീട് വികസിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതേപോലെ വേസ്റ്റിനെ സംബന്ധിച്ച് അദ്ദേഹം വളരെ കാര്യമായിട്ട് പറയുകയുണ്ടായി. ഈ പറയുന്ന നഗരങ്ങൾ ഉണ്ടാക്കുന്ന വേസ്റ്റ് എന്ന് പറയുന്നത് ഗ്രാമങ്ങളിലെ സോയിൽ ന്യൂട്രിയൻസ് ആണ്. അതായത് ഗ്രാമങ്ങളിൽ നിന്നും സോയിൽ ന്യൂട്രിയൻസ് ആണെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ സോഷ്യൽ മെറ്റബോളിസം എന്ന ഒരു ആശയം അദ്ദേഹം മുന്നോട്ട് വെച്ചു ഇക്കണോമിക്സിൽ. അതേപോലെ തന്നെ ഹ്യൂമൻ പ്രൊഡക്ഷൻ ഓപ്പറേറ്റഡ് ഇൻ ദ യൂണിവേഴ്സ് മെറ്റബോളിസം എന്ന് പറയുന്നത്, സോഷ്യൽ മെറ്റബോളിസം മനുഷ്യന്മാരുടെ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണെങ്കിൽ യൂണിവേഴ്സ് മെറ്റബോളിസം എന്ന് പറഞ്ഞത് നമ്മുടെ പരിസ്ഥിതിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആണ്. അപ്പൊ അദ്ദേഹം പറഞ്ഞു വെച്ചത് ഇത്രയേ ഉള്ളൂ. ക്യാപിറ്റലിസം ഒരു പ്രകൃതിയെ മനുഷ്യനിൽ നിന്നും അന്യവൽക്കരിക്കുന്ന ഒരു പ്രോസസ്സാണ് നടക്കുന്നത്. അതാണ് അദറിങ് നേച്ചർ എന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അത്ര കാലം ഉപയോഗിച്ചിരുന്ന നേച്ചർ എന്നുള്ള വാക്ക് പിന്നീട് എൻവിറോൺമെന്റ് ആയി മാറുന്നതിലും ഒരു പൊളിറ്റിക്സ് ഉണ്ട്. അതായത് പ്രകൃതി എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള നമ്മളുടെ ജൈവികമായ പ്രകൃതിയാണെങ്കിൽ എൻവിറോൺമെന്റ് എന്ന് പറയുമ്പോഴേക്കും അത് പ്രകൃതിക്കകത്താണ് മനുഷ്യൻ എന്നാണ് വരുന്നത്. അതേസമയം നമ്മൾ എൻവിറോൺമെന്റ് എന്ന് പറയുമ്പോഴേക്കും അത് ഹ്യൂമൻ എൻവിറോൺമെന്റ് എന്നായി മാറുകയാണ്. അതായത് മനുഷ്യന്റെ പ്രകൃതി, മനുഷ്യന് വേണ്ടിയുള്ള പ്രകൃതി എന്നുള്ള ഇന്റർപ്രിട്ടേഷനിലേക്ക് അത് മാറുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെയാണ് ഹിസ്റ്റോറിക്കൽ മെറ്റീരിയലിസം ആണ് ഈ എൻവിറോൺമെന്റൽ ക്രൈസിസിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ചാലക ശക്തി എന്നും പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതിനെ നമുക്ക് ശരിക്കും കാണാൻ വേണ്ടി പറ്റുന്നത് 19-ാം നൂറ്റാണ്ടില് സോയിലിന്റെ പ്രശ്നത്തെയാണ് മാർക്സ് പറയാൻ ശ്രമിച്ചതെങ്കിൽ 20-ാം നൂറ്റാണ്ടാവുമ്പോഴേക്കും സെക്കൻഡ് വേൾഡ് വാറിന്റെ കാലത്ത് അത് വലിയ തോതിലുള്ള കെമിക്കൽ യൂസേജും സെക്കൻഡ് വേൾഡ് വാർ കഴിയുകയും വലിയ തോതിലുള്ള കെമിക്കൽസിന്റെ യൂസേജ് പലതരത്തും ലോകത്തുണ്ടാവുകയും അതാണ് അടുത്ത ഒരു പരിസ്ഥിതി പ്രശ്നമായിട്ട് മാറിയത്. 21-ാം നൂറ്റാണ്ടാവുമ്പോഴേക്കും അത് പ്ലാനറ്ററി ബൗണ്ടറീസിനെ എന്നുള്ള ഒരു കോൺസെപ്റ്റിലേക്ക് ഇക്കോമാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിന്റെ അകത്ത് ഇവോൾവ് ആയി വരികയാണ്. അപ്പൊ എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ പ്രത്യേകിച്ചും ഇക്കോമാർക്സിസ്റ്റ് ആയിട്ടുള്ള ബ്രെറ്റ് ക്ലാർക്ക് എന്ന് പറഞ്ഞിട്ടുള്ള ആളും റിച്ചാർഡ് യോർക്ക് ആൻഡ് ഫോസ്റ്റർ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഇക്കോമാർക്സിസ്റ്റ് ചിന്തകര് എഴുതിയിട്ടുള്ള മെറ്റബോളിക് റിഫ്റ്റ് പ്ലാനറ്ററി ബൗണ്ടറീസ് എന്ന് പറഞ്ഞിട്ടുള്ള ബുക്കിന്റെ അകത്ത് അവർ യഥാർത്ഥത്തിൽ ചെയ്യുന്നത് മെറ്റബോളിക് റിഫ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള മാർക്സിന്റെ അനാലിസിസ് ഒരു ടൂളായിട്ട് ഉപയോഗിച്ചുകൊണ്ട് പ്ലാനറ്ററി ബൗണ്ടറീസ് എന്ന ഫ്രെയിം വർക്കിലേക്ക് അവർ കൊണ്ടുവരാണ് ചെയ്യുന്നത്. അതായത് ആദ്യം അതൊരു വില്ലേജ് ലെവലില് അല്ലെങ്കിൽ ഒരു കൺട്രി ലെവലിൽ ഇരുന്നാണെങ്കിൽ അതിപ്പോ ഒരു ഗ്ലോബൽ ലിമിറ്റ്സിനെ എല്ലാം ബ്രേക്ക് ചെയ്യുന്ന ഒരവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പൊ ക്യാപിറ്റലിസം ഗ്രോത്തിനെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്. കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്യുക, കൂടുതൽ കൺസ്യൂം ചെയ്യുക, അങ്ങനെ പിന്നെ പ്രോഫിറ്റ് അക്യുമുലേറ്റ് ചെയ്യുക എന്നുള്ള പ്രോസസ്സിൽ നമുക്ക് പ്രകൃതി എന്ന് പറയുന്നത് ഒരു ചീപ്പ് നേച്ചർ എന്നുള്ള ഒരു സംഗതിയായിട്ട് മാറുകയാണ്. അതായത്
വില കൊടുക്കാതെ കിട്ടുന്ന റിസോഴ്സ് എന്ന രീതിയിലാണ് ക്യാപിറ്റലിസം പ്രകൃതിയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ അവരതിനൊരു ഫ്രീ ഗിഫ്റ്റ് ആയിട്ടാണ് കാണുന്നത്. അപ്പം എത്ര വേണമെങ്കിലും നിങ്ങൾക്ക് എക്സ്പ്ലോയിറ്റ് ചെയ്യാം. ലേബറിനെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നതിനെ പോലെ തന്നെ എത്ര വേണമെങ്കിലും എക്സ്പ്ലോയിറ്റ് ചെയ്യാൻ പറ്റുന്ന, ആരും ചോദിക്കാനില്ലാത്ത ഒരു സംഗതിയായിട്ടാണ് പ്രകൃതി ക്യാപിറ്റലിസ്റ്റിക് വേൾഡ് ഓർഡറിന്റെ അകത്ത് മാറുന്നത്. അപ്പൊ നമ്മുടെ മുന്നിൽ കാണുന്ന എല്ലാ തരം പുതിയ പ്രവണതകളെയും യഥാർത്ഥത്തിൽ മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു 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 ക്ലാസ് സ്ട്രക്ചറിന്റെ അകത്തിരുന്നുകൊണ്ട്, ഒരു ക്യാപിറ്റലിസ്റ്റിക് പ്രൊഡക്ഷൻ സിസ്റ്റത്തിന്റെ അകത്തിരുന്നുകൊണ്ട് എങ്ങനെയാണ് പരിസ്ഥിതി പ്രശ്നത്തെ നോക്കിക്കാണേണ്ടത് എന്നുള്ളതിന്റെ ഒരു ലെൻസാണ് ആക്ച്വലി മാർക്സിന്റെ ഐഡിയോളജിയും അതിനുശേഷം വന്നിട്ടുള്ള ഇക്കോ മാർക്സിസ്റ്റ് ഫിലോസഫേഴ്സും നമുക്ക് തരുന്നത്. അത് യഥാർത്ഥത്തിൽ ഇക്കോ സോഷ്യലിസം മൂവ്മെന്റ് ആയിട്ടൊക്കെ ഇപ്പൊ വികസിക്കുന്നുണ്ട്. അതിനെപ്പറ്റി ഞാൻ അടുത്തൊരു സ്ലൈഡിൽ പറയാം. മറ്റൊരു കാര്യം നമ്മൾ കാര്യമായിട്ട് മനസ്സിലാക്കേണ്ടത് നമ്മുടെ തന്നെ രാഷ്ട്രപിതാവായിട്ടുള്ള ഗാന്ധിജിയുടെ ഫിലോസഫീസ് ആണ്. തന്നെ ഇപ്പൊ ഇന്ത്യക്കകത്ത് മാത്രമല്ല മറ്റു പല രാജ്യങ്ങളും ഗാന്ധിജിയുടെ ഫിലോസഫിയെ പരിസ്ഥിതി പ്രത്യേകിച്ച് പരിസ്ഥിതി സംഘടനകളും പരിസ്ഥിതി ആളുകളും ഒക്കെ തന്നെ രാജ്യങ്ങളും ഒക്കെ തന്നെ മൂവ്മെന്റുകൾ, പ്രത്യേകിച്ചും എൻവയോൺമെന്റൽ മൂവ്മെന്റുകൾ ഗാന്ധിജിയുടെ ഫിലോസഫീനെ മനസ്സിലാക്കാനും അത് ഏറ്റെടുക്കാനും ഉള്ള കൂടുതൽ ഇന്റർപ്രിറ്റേഷൻസ് അടുത്ത കാലത്തായിട്ടും നല്ലോണം വന്നുകൊണ്ടിരിക്കുന്ന ഒരു ഫിലോസഫിയാണ് ഗാന്ധിയൻ ഫിലോസഫി. നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഒരു കോട്ട് നമുക്ക് എല്ലാവർക്കും പല സമയത്തും നമ്മൾ വായിക്കാറുണ്ട്. ഇന്ത്യയുടെ വികസനത്തെ പറ്റി ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ബ്രിട്ടൻ വികസിക്കുന്നത് പോലെ ഇന്ത്യ വികസിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാല് ബ്രിട്ടൻ വികസിക്കുന്ന മാതൃകയിൽ ഇന്ത്യ വികസിക്കണമെങ്കിൽ ബ്രിട്ടൻ ചെയ്യുന്നത് പോലെ ലോകത്തിലെ മറ്റ് രാജ്യങ്ങളെ നമുക്ക് കൊള്ളയടിക്കേണ്ടി വരും. അവിടുത്തെ വിഭവങ്ങളെ നമുക്ക് കൊള്ളയടിച്ച് കൊണ്ടുവന്നാൽ മാത്രമാണ് വെസ്റ്റേൺ കൺട്രീസ് വികസിക്കുന്ന പോലെ നമുക്ക് വികസിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഇന്ത്യയുടെ വികസന മാതൃക ബ്രിട്ടന്റെ വികസന മാതൃക പോലെ ആകാൻ പാടില്ല എന്ന് അദ്ദേഹം അപ്പോഴേ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ അർത്ഥം വിഭവങ്ങളും ഒരു ലിമിറ്റേഷനെ പറ്റി, എത്ര വിഭവങ്ങൾ നമുക്കുണ്ട്, അത് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര വികസിക്കാൻ കഴിയും എന്നതിനെ സംബന്ധിച്ചിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് ആണ് അതിന് യഥാർത്ഥത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാക്കാണ് ഗ്രീഡ് ആൻഡ് നീഡ് എന്ന് പറയുന്നത്. ആവശ്യവും അത്യാഗ്രഹവും. നമ്മുടെ എല്ലാവരുടെയും ആവശ്യത്തിനുള്ളത് ഈ ഭൂമിയിലുണ്ട്, എന്നാൽ ഒരാളുടെ പോലും അത്യാവശ്യത്തിനുള്ളത് നമ്മുടെ ഭൂമിയിൽ ഇല്ല എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കോൺസെപ്റ്റ്. പലപ്പോഴും നമ്മളെ സംബന്ധിച്ച് എസ്പെഷ്യലി ഈ ക്യാപിറ്റലിസ്റ്റിക് ഒരു വേൾഡ് ഓർഡറിനകത്ത് ജീവിക്കുമ്പം അത് ആ ഒരു സോഷ്യൽ സിസ്റ്റം, അതൊരു എക്കണോമിക് സിസ്റ്റം പോലെ തന്നെ അത് അതിന്റെ ആഫ്റ്റർ ഇഫക്റ്റ് ആയിട്ടുള്ള സോഷ്യൽ സിസ്റ്റവും പൊളിറ്റിക്കൽ സിസ്റ്റവും തരുന്ന ഒരു വാല്യൂ സിസ്റ്റത്തിനകത്തിരുന്നു കൊണ്ട് എന്താണ് ഗ്രീഡ്, എന്താണ് നീഡ് എന്ന് ഡിഫൈൻ ചെയ്യാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിലാണ് ഇന്ന് മനുഷ്യന്മാരുള്ളത്, പ്രത്യേകിച്ചും കൺസ്യൂമറിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡ് ഓർഡറിൽ. ആ സമയത്ത് നമ്മൾ ഏറ്റവും കാര്യമായിട്ട് മനസ്സിലാക്കുകയും വീണ്ടും റീവിസിറ്റ് ചെയ്യുകയും ചെയ്യേണ്ട ഒരു കാര്യം കൂടിയാണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഗ്രീഡ് ആൻഡ് നീഡ് ഫിലോസഫി എന്ന് പറയുന്നത്. എന്താണ് നമ്മുടെ ആവശ്യം? അപ്പൊ എല്ലാവർക്കും ഈ ഒരു ആവശ്യം, ഇത് എൻ്റെ ആവശ്യമാണെങ്കിൽ എൻ്റെ ചുറ്റുമുള്ള എല്ലാവർക്കും ഈ ആവശ്യം നിറവേറ്റാനുള്ള വിഭവം നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് അതിന്റെ അടിയിലത്തെ അർത്ഥം എന്ന് പറയുന്നത്. അപ്പം ഈ ആവശ്യങ്ങൾ എനിക്ക് തോന്നുന്നു വളരെ കൃത്യമായിട്ട് ഒരു ടൂൾ നമ്മൾ വികസിപ്പിക്കേണ്ടതുണ്ട്, എന്താണ് ഗ്രീഡ് ആൻഡ് നീഡ് എന്ന് മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ട്. ഇത് തന്നെയാണ് ക്യാപിറ്റലിസം ചെയ്തുകൊണ്ടിരിക്കുന്നതും. നിങ്ങൾക്ക് അവരുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളെ നിങ്ങളുടെ ആവശ്യമാക്കി മാറ്റുകയും അതിനെ അത്യാവശ്യമാക്കി മാറ്റുകയും അങ്ങനെ അത് വിൽക്കുകയും ചെയ്യുന്ന മാർക്കറ്റിന്റെ തന്ത്രത്തിലൂടെയാണ് ക്യാപിറ്റലിസം നിലനിൽക്കുന്നത്. അപ്പം ഗാന്ധിജി ക്യാപിറ്റലിസം എന്ന രീതിയിൽ അതിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് ഈ കാലത്ത് അതിനെ വളരെ കൃത്യമായിട്ടും ആ വേൾഡ് വ്യൂവിനെ, ആ ഫിലോസഫീനെ അല്ലെങ്കിൽ ആ വാല്യൂ സിസ്റ്റത്തെ നമുക്ക് ക്യാപിറ്റലിസമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യമാണ് ഇമ്പോർട്ടൻസ് ഓഫ് വില്ലേജ് എക്കണോമി. ഞാൻ വീണ്ടും തിരിച്ച് വരുന്ന സ്ലൈഡുകളിൽ ഇക്കോ സോഷ്യലിസ്റ്റ് മൂവ്മെന്റിനെ പറ്റി സംസാരിക്കുന്നുണ്ട്. അപ്പോൾ ഇക്കോ സോഷ്യലിസ്റ്റ് മൂവ്മെന്റുകളൊക്കെ പറയുന്ന ഒരു കാര്യം, നമുക്ക് ചെറിയ എക്കണോമീസ്, അതുപോലെ ചെറുതുകളുടെ
തുടർച്ച ഒക്കെയാണ് ലോകത്തിന്റെ നിലനിൽപ്പിന് ആവശ്യം എന്നുള്ളതാണ്. അപ്പോ പക്ഷെ അതേസമയം നമുക്ക് എല്ലാ ബൗണ്ടറീസും ഇല്ലാതായ, ഇന്നലത്തെ പ്രസന്റേഷനിൽ നമ്മൾ കൃത്യമായിട്ടും കേട്ടു, എല്ലാ ബൗണ്ടറീസും ഇല്ലാതായിട്ടുള്ള ഒരു വേൾഡ് എക്കണോമിന്റെ അകത്ത് കമ്പോളത്തിലെ ഉപഭോക്താവായിട്ട് മാത്രം നമ്മൾ നിൽക്കുന്ന ഒരു കാലത്ത് എന്താണ് ഒരു വില്ലേജ് എക്കണോമിന്റെ സസ്റ്റൈനബിൾ ആയിട്ടുള്ള സ്വയം പര്യാപ്തമായിട്ടുള്ള ഒരു വില്ലേജ് എക്കണോമിന്റെ പ്രാധാന്യം എന്ന് നമുക്കിപ്പം ഈ ക്രൈസിസ് കാലത്ത് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ആ കാലത്ത് തന്നെ അത് മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു ഫിലോസഫറാണ് ഗാന്ധിജി. അതുപോലെ അദ്ദേഹത്തിന്റെ സ്വദേശി മൂവ്മെന്റ്, മിനിമലിസം, എന്താണ് സ്വാശ്രയത്വവും അതുപോലെ തന്നെ സിംപ്ലിസിറ്റിയും, കുറഞ്ഞ വിഭവങ്ങൾ കൊണ്ട് ഉപയോഗിച്ചിട്ട് ജീവിക്കാൻ പറ്റും എന്നുള്ള വാല്യൂസ്, നോൺ വയലൻസ് വളരെ പ്രധാനപ്പെട്ട ഇതും അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തനങ്ങളിലും ഓവർ ആർച്ചിങ് ആയിട്ട് നിൽക്കുകയും ചെയ്യുന്ന നോൺ വയലൻസ് എന്ന ഫിലോസഫി. അഹിംസ എന്ന് പറയുന്നത് ഒരു കൊല്ലാതിരിക്കുക എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് ഒരു കാരുണ്യത്തിന്റെയും പരസ്പരം എല്ലാത്തിനോടും, മനുഷ്യരോട് മാത്രമല്ല എല്ലാത്തിനോടുമുള്ള കരുണയും, എല്ലാ മനുഷ്യരോടുമുള്ള കരുണയും ഒക്കെ ഓവർ ആർച്ചിങ് ആയിട്ട് നിൽക്കുന്ന ഒരു ഫിലോസഫി കൂടിയാണ്. അപ്പോൾ ഒരു പരിസ്ഥിതി ഫിലോസഫി എന്ന് പറയുമ്പോൾ ഇതെല്ലാം ഉൾച്ചേർന്നതാണ്. അതിലേക്ക് ഞാൻ വീണ്ടും വരാം. മോഡേൺ എൻവിറോൺമെന്റലിസം അല്ലെങ്കിൽ പരിസ്ഥിതി ധാരണകൾ നമുക്ക് കുറച്ചുകൂടി എത്തിക്സ്, എൻവിറോൺമെന്റൽ എത്തിക്സ് എന്നുള്ള രീതിയിലേക്കാണ്. അതിനകത്ത് സോഷ്യൽ ജസ്റ്റിസ് വളരെ പ്രധാനപ്പെട്ടതാണ്. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ നമുക്ക് മനുഷ്യന്മാരുടെ ഇടയിലുള്ള ഇക്വിറ്റീനെ പറ്റിയും വിഭവങ്ങളുടെ വിതരണത്തിലുള്ള ഇക്വിറ്റീനെ സംബന്ധിച്ചൊക്കെയാണ് നമ്മൾ കാണുന്നതെങ്കിൽ, പുതിയ കാലത്ത് അത് എക്രോസ് സ്പീഷീസ് ഉള്ള ഇക്വിറ്റിയിലേക്ക് നമ്മൾ എത്തണം എന്നുള്ള തലത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ ആ അർത്ഥത്തിൽ നോക്കിയ നോൺ വയലൻസ് എന്ന് പറയുന്നത് വളരെ മുന്നോട്ട് ഈ ഇന്നത്തെ കാലത്ത് നമ്മൾ പുതിയതായിട്ട് ഉണ്ടാക്കിയെടുക്കുന്ന പല അണ്ടർസ്റ്റാൻഡിങ്ങുകളുടെയും അടിസ്ഥാനമായിട്ട് നിൽക്കുന്ന ഒരു 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 ഫിലോസഫി ആയിട്ട് കൂടി നമുക്ക് പുനർവായിക്കാൻ പറ്റുന്ന ഒരു 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 വലിയ പാഠപുസ്തകമായിട്ട് തന്നെ നമുക്ക് ഗാന്ധിയൻ ഫിലോസഫീസിനെ കാണേണ്ടതുണ്ട്. അതുപോലെ ഇനി എനിക്ക് പറയാനുള്ളത് 1960-കൾക്ക് ശേഷം ലോകത്തിലെ മൊത്തത്തിലുള്ള എൻവിറോൺമെന്റൽ മൂവ്മെന്റുകൾ, പരിസ്ഥിതി സമരങ്ങളും പരിസ്ഥിതി അവബോധവും വലിയ തോതിൽ വളർന്നിട്ടുണ്ട്. ഇതിനെ നമ്മൾ എപ്പോഴും പോസിറ്റീവായിട്ടാണ് നമ്മൾ മനസ്സിലാക്കാറ്. അതായത് 1960-ഒക്കെ ആകുമ്പോഴേക്കും 2-3 വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഉണ്ടാവുകയാണ്. അത് വലിയ തോതിലുള്ള സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. എന്താണ് പരിസ്ഥിതി, ചുറ്റുവട്ടത്ത് നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ, പ്രകൃതിയിൽ ഏൽപ്പിക്കുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്, അത് മനുഷ്യന്മാരുടെ ഹെൽത്തിലും ജീവനിലും എന്തെല്ലാം തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചിട്ടുള്ള വലിയ തിരിച്ചറിവുകൾ മനുഷ്യർക്ക് കിട്ടുകയാണ്. അത് പല ഗവേഷണ പ്രവർത്തനങ്ങളിലൂടെയും പുസ്തകങ്ങളിലൂടെയും ഒക്കെയാണ് ഈ വിവരങ്ങൾ മനുഷ്യർക്ക് കിട്ടിയത്. അങ്ങനെ വിവരങ്ങൾ കിട്ടിയ സമയത്ത് ആ കരുത്താർജിച്ച് വന്നിട്ടുള്ള സിവിൽ റൈറ്റ് മൂവ്മെന്റുകൾ, അതുപോലെ അതുപോലെ സ്ത്രീകളുടെ അവകാശ പ്രസ്ഥാനങ്ങൾ, ഇതിന്റെ ഒക്കെ ഭാഗമായിട്ട് ഈ എൻവിറോൺമെന്റൽ ഇഷ്യൂസ് കൂടി എടുക്കുകയും അത് വലിയ തോതിൽ യൂറോപ്പിൽ വലിയ മൂവ്മെന്റുകൾക്ക് കാരണമാവുകയും ചെയ്തു. അതിന്റെ ഭാഗമായി അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാറിലുണ്ടായ വലിയ തോതിലുള്ള കെമിക്കൽസിന്റെ ഉപയോഗവും മനുഷ്യന്മാരെ ഇത്തരത്തിലുള്ള അതിന്റെ ആഫ്റ്റർ എഫക്ട്സുകളും ഇത്തരത്തിലുള്ള ഒരു അവബോധത്തിലേക്ക് മനുഷ്യരെ നയിക്കുന്നതിന് വേണ്ടിയിട്ട് കാരണമായി. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് ഗ്രീൻ പൊളിറ്റിക്കൽ പാർട്ടീസ് ഉണ്ടായി വരുന്നുണ്ട്. എല്ലാ വെസ്റ്റേൺ ഡെമോക്രസിയിലും ഗ്രീൻ പൊളിറ്റിക്കൽ പാർട്ടികൾ ഉണ്ടായി. അതുപോലെ കൂടുതൽ സയന്റിസ്റ്റുകളും ആക്ടിവിസ്റ്റുകളും ഒക്കെ എൻവിറോൺമെന്റൽ ആക്ടിവിസത്തിലേക്ക് വരുന്നുണ്ട്. അതുപോലെ ഗ്രാസ് റൂട്ട് എൻവിറോൺമെന്റൽ ആക്ടിവിസം എല്ലാ സ്ഥലത്തും ഉണ്ടായി വന്നു. അതുപോലെ എൻവിറോൺമെന്റൽ പല രാജ്യങ്ങളും എൻവിറോൺമെന്റൽ റെഗുലേഷൻസും ലെജിസ്ലേഷൻസും ഉണ്ടാക്കി. ഗവൺമെന്റുകളുടെ കൺട്രോള് പല കാര്യങ്ങളിലേക്കും വന്നു എന്നുള്ളതൊക്കെയാണ് ഈ 1960-70 കാലങ്ങളിൽ വലിയ തോതിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്ക് പറയേണ്ടത് റേച്ചൽ കാർസന്റെ സൈലന്റ് സ്പ്രിംഗ് ആണ്. ഒന്ന് പരിഷത്തുകാരോട് ആ പുസ്തകത്തെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയേണ്ടതില്ല എന്നാണ് തോന്നുന്നത്. എങ്കിലും കൂടിയും അവരൊരു അമേരിക്കൻ ശാസ്ത്രജ്ഞയായിരുന്നു. അവര്
അവരുടെ പുസ്തകത്തിന്റെ പേര് സൈലന്റ് സ്പ്രിംഗ് എന്നാണ്. ആ സൈലന്റ് സ്പ്രിംഗിൽ പ്രധാനമായിട്ടും പറയുന്നത് DDT പോലുള്ള ഇത് എന്താണ് കെമിക്കൽസിന്റെ ഉപയോഗം അഗ്രികൾച്ചറൽ മേഖലയിൽ, കൃഷി മേഖലയിൽ വളരെ കൂടുതലായിട്ട് നടന്നതിന്റെ ഫലമായിട്ട് ജീവികളിൽ ഈ കെമിക്കൽസ് അടിഞ്ഞുകൂടുന്നു. ബയോ അക്യുമുലേഷൻ എന്നാണ് നമ്മൾ അതിന് പറയുന്നത്. അതായത് പ്രകൃതിയിൽ ഉപയോഗിക്കുന്ന ഏതാണോ നമ്മുടെ ടാർഗറ്റ് പെസ്റ്റ്, ഒരു പെസ്റ്റിനെ ടാർഗറ്റ് ചെയ്തിട്ടായിരിക്കും നമ്മൾ കെമിക്കൽ ഉപയോഗിക്കുന്നത്. പക്ഷെ അത് ആ ടാർഗറ്റ് പെസ്റ്റിന്റെ ശരീരത്തിൽ മാത്രം നിൽക്കാതെ അത് ആ പെസ്റ്റിനെ ആഹരിക്കുന്ന മറ്റ് ജീവജാലങ്ങളിലേക്കും വെള്ളത്തിലേക്കും വെള്ളം കുടിക്കുന്ന ജീവജാലങ്ങളിലേക്കും അങ്ങനെ മനുഷ്യരിലേക്കും ഒക്കെ വരികയും ബയോ അക്യുമുലേഷൻ നടക്കുകയും അങ്ങനെ ഫുഡ് ചെയിന്റെ ഭാഗമായി മാറുകയും അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന നിരവധിയായിട്ടുള്ള പ്രശ്നങ്ങളെ പറ്റിയിട്ടുമാണ് അവർ ആ പുസ്തകത്തിൽ പഠിക്കുകയും പറയുകയും ചെയ്തിട്ടുള്ളത്. സൈലന്റ് സ്പ്രിംഗ് എന്ന് പറഞ്ഞാൽ ഒരു പക്ഷികൾ ഇല്ലാതാകുന്ന വസന്തത്തെ പറ്റിയിട്ടാണ് അവരാ പുസ്തകത്തിൽ വിശദീകരിക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അങ്ങനെ പക്ഷികൾ ഇല്ലാതാകുന്ന ഇതിന്റെ കാരണം ഈ പറയുന്ന പെസ്റ്റിസൈഡിന്റെ ബയോ അക്യുമുലേഷൻ ആണ് എന്നുള്ളതാണ്. അപ്പം ഇത് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആലോചിക്കുകയായിരുന്നു, നമുക്കിപ്പോഴും നമ്മുടെ കാസർഗോഡത്തെ ഇഷ്യൂവിനെ പറ്റിയിട്ട് ഒരു ഫൈനൽ ഡിസിഷനിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഇപ്പോഴും ചർച്ചകൾ നടക്കുകയാണ്, എന്തുകൊണ്ടാണ് അത് ബയോ അക്യുമുലേഷൻ നടക്കുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ ഉള്ളത്. പക്ഷെ ഈ 1962 കെമിക്കലുകളുടെ അക്യുമുലേഷൻ കാരണം മനുഷ്യർക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. ഈ അതേ കെമിക്കൽസ് ആണോ എന്നൊക്കെ ഉള്ളതൊക്കെ വേറെ പ്രശ്നം. എന്തായാലും കെമിക്കൽ അക്യുമുലേഷൻ എന്ന് പറയുന്ന ബയോ അക്യുമുലേഷൻ ഓഫ് കെമിക്കൽസ് എന്നുള്ളത് ഒരു കാര്യമാണെന്നും അത് മനുഷ്യരിൽ ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കും എന്നും തെളിയിക്കുകയാണ് ഈ പുസ്തകം അന്ന് ചെയ്തത്. അതുപോലെ തന്നെ ഇത് 1970 എർത്ത് ഡേ വളരെ വലിയ ഒരു ഈ ലോകത്തിന്റെ എൻവിറോൺമെന്റൽ മൂവ്മെന്റിൽ വളരെ പ്രധാനപ്പെട്ട ഒരു മൊമെന്റ് ആയിരുന്നു അത്. 20 മില്യൺ ആൾക്കാരാണ് US പല ഭാഗങ്ങളിലായിട്ട് ഏപ്രിൽ 22 ഈ ഗ്ലോബൽ എർത്ത് ഡേക്ക് വേണ്ടിയിട്ട് എർത്ത് ഡേയില് ഭൂമിയെ സംരക്ഷിക്കുക എന്നുള്ള മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് പുറത്തു വന്നത്. അപ്പം ഇതിന്റെയൊക്കെ ഭാഗമായിട്ട് ഒരുപാട് വലിയ ഇടപെടലുകൾ ഗവൺമെന്റുകൾക്ക് ചെയ്യേണ്ടി വന്നു. ഇത് പൊല്യൂഷൻ, റേഡിയേഷൻ, പെസ്റ്റിസൈഡ് പോയിസണിങ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അന്ന് എൻവിറോൺമെന്റൽ ഇഷ്യൂസ് ആയിട്ട് മനുഷ്യർ ഉയർത്തുകയും ഗവൺമെന്റുകളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയും അങ്ങനെ പല ഗവൺമെന്റുകളും ഇൻഡസ്ട്രീസിനെയൊക്കെ നിയന്ത്രിക്കുകയും അതിന് വേണ്ടിയിട്ട് ഒരുപാട് നിയമങ്ങൾ, വാട്ടറുമായിട്ട് ജലവുമായി ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ, അതുപോലെ ഇൻഡസ്ട്രിയൽ പൊല്യൂഷനെ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമങ്ങളൊക്കെ തന്നെ യൂറോപ്പിൽ ആ സമയത്ത് ഉണ്ടായി വരികയും ചെയ്തു. US ഉണ്ടായി വരികയും ചെയ്തു. ഇതിന് മറ്റൊരു കാരണം കൂടി ഉണ്ട്. ചില ഓയിൽ സ്പിൽ 1978 നടന്നിട്ടുള്ള ഒരു ഓയിൽ സ്പിൽ ഡിസാസ്റ്റർ, അതുപോലെ ന്യൂക്ലിയർ ആക്സിഡന്റ്, അത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി ഈ ഇത്തരം പ്രക്ഷോഭങ്ങൾക്ക് ഒരു നമുക്ക് ഫ്യുവൽ ആയി എന്ന് നമ്മൾ പറയില്ല, ഇന്ധനമായി മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ വീണ്ടും കുറച്ച് പുസ്തകങ്ങൾ പുറത്തു വന്നു. പോപ്പുലേഷൻ ബോംബ് 1968 പുറത്തിറങ്ങിയ പോൾ എർലിച്ചിന്റെ പോപ്പുലേഷൻ ബോംബ് എന്ന് പറഞ്ഞിട്ടുള്ള പുസ്തകം. ആ പുസ്തകവും തുടർന്നിട്ട് പോപ്പുലേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് ചർച്ചകളും മൂവ്മെന്റുകളൊക്കെ ഉണ്ടായി. അതിന്റെ ഭാഗമായിട്ട് ആണ് ആക്ച്വലി ഈ കുറഞ്ഞ എണ്ണം കുട്ടികളുള്ള ആളുകൾക്ക് സ്റ്റേറ്റ് സബ്സിഡി കൊടുക്കുന്ന നിയമങ്ങൾ, അതുപോലെ ബർത്ത് കൺട്രോൾ നിയമങ്ങൾ, അബോർഷൻസ് ലീഗലൈസ് ചെയ്യുന്ന നിയമങ്ങൾ, ഇത്തരം സംഗതികളൊക്കെ ഉണ്ടായി വരുന്നത്. ഇനി പാരലായിട്ട് ഇതിന്റെ കൂടെ തന്നെ 1970 നമ്മൾ ഗ്രീൻ റവല്യൂഷൻ, അഗ്രികൾച്ചറൽ ഇന്റൻസിഫിക്കേഷന് വേണ്ടിയിട്ടുള്ള ഗ്രീൻ റവല്യൂഷനും നടക്കുന്നുണ്ട്. അങ്ങനെ ഗ്രെയിൻ പ്രൊഡക്ഷൻ ഒക്കെ കൂടുന്നുമുണ്ട്. അതേപോലെ 1970 ഉണ്ടായ മറ്റൊരു പുസ്തകമാണ് ലിമിറ്റ്സ് ടു ഗ്രോത്ത് ഡിബേറ്റ് എന്ന് പറയുന്നത്. ഈ പുസ്തകം ഇപ്പോഴും വളരെ ആളുകൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പുസ്തകം തന്നെയാണ്. ഇപ്പൊ നമ്മൾ അന്ന് അവർ പറഞ്ഞിട്ടുള്ള ലിമിറ്റ് ഗ്രോത്ത് പാരാമീറ്റേഴ്സ് ഒക്കെ ഇപ്പോഴും അങ്ങനെ തന്നെയാണോ എന്നൊക്കെ ഉള്ള ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ക്ലബ് ഓഫ് റോം റിപ്പോർട്ട് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റിപ്പോർട്ട് 1972 പുറത്തിറങ്ങിയ ക്ലബ് ഓഫ് റോം റിപ്പോർട്ടാണ് ആക്ച്വലി ഈ ലിമിറ്റ്സ് ടു ഗ്രോത്ത് ഡിബേറ്റിന് പിന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത്.
അതിനകത്ത് അവര് നമ്മളുടെ വിഭവങ്ങൾ, നമ്മൾ ഈ വിധത്തിൽ തന്നെയാണ് നമ്മുടെ ജീവിതം, എന്താണ്, മനുഷ്യന്മാരുടെ ഡെവലപ്മെന്റും തുടർച്ചയും ഇതുപോലെ തന്നെയാണ് പോകുന്നതെങ്കിൽ ഇത്ര വർഷങ്ങൾക്ക് ശേഷം എന്തൊക്കെയായിരിക്കും ബാക്കിയുണ്ടാകുന്ന വിഭവങ്ങൾ, എന്തൊക്കെയായിരിക്കും നമ്മൾ നേരിടാൻ പോകുന്ന ക്രൈസിസ്, വലിയൊരു ക്രൈസിസിലേക്കായിരിക്കും ലോകം പോകാൻ പോകുന്നത്. അത് എക്കണോമിയെയും നമ്മുടെ എല്ലാ പ്രൊഡക്ഷൻ സിസ്റ്റത്തിനെയും സോഷ്യൽ ലൈഫിനെയും ഹ്യൂമൻ ഹെൽത്തിനെയും ഒക്കെ ബാധിക്കത്തക്ക രീതിയിൽ ഉള്ള ഒരു ക്രൈസിസ് ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് എന്നുള്ളതാണ് ആ ലിമിറ്റ് ടു ഗ്രോത്ത് ഡിബേറ്റ് മുന്നോട്ട് വെച്ച ആശയം. ഇത് വളരെ പ്രധാനപ്പെട്ട ചില ഈവെന്റ്സ് ആണ് ഞാൻ പറയുന്നത്. ഒന്ന് 1970 എർത്ത് ഡേ ഞാൻ പറഞ്ഞു. അതുപോലെ മറ്റൊന്ന് ഒരുപാട് ഗ്രീൻ പീസ് പോലുള്ള നിരവധി WWF, ഗ്രീൻ പീസ് തുടങ്ങിയിട്ടുള്ള നിരവധി ഇന്റർനാഷണൽ NGOs പരിസ്ഥിതി സംരക്ഷണ രംഗത്തേക്ക് വരുന്നതും ഈ കാലഘട്ടത്തിലാണ്. അതുപോലെ ഈ പൊല്യൂട്ടർ പേസ് പ്രിൻസിപ്പിൾ ഉണ്ടായി വരുന്നത് ആ സമയത്താണ്. അതായത് ആരാണോ പൊല്യൂട്ട് ചെയ്യുന്നത് അവര് പേ ചെയ്യണം എന്നുള്ളതാണ്. പക്ഷെ ആ പ്രിൻസിപ്പിൾ ഇപ്പത്തെ നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് പ്രകാരം, എസ്പെഷ്യലി നമ്മുടെ ഈ ഒരു എൻവിറോൺമെന്റൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള സോഷ്യൽ ജസ്റ്റിസും എൻവിറോൺമെന്റൽ ജസ്റ്റിസും ചേർന്നിട്ടുള്ള സാമൂഹ്യ നീതി അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഡിബേറ്റുകളിലൊക്കെ പൊല്യൂട്ടർ പേ പ്രിൻസിപ്പിൾ ആക്ച്വലി ഇപ്പൊ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. കാരണം പേ ചെയ്യാവുന്നവർക്ക് പൊല്യൂട്ട് ചെയ്യാം എന്നുള്ള ഒരു കാര്യം കൂടി അതിനകത്ത് ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഇപ്പൊ റെഡ് പോലുള്ള, ഞാൻ പിന്നീട് ഉള്ള സ്ലൈഡുകളിൽ അത് വരും, റെഡ് പോലുള്ള എന്താണ് കാർബൺ ക്രെഡിറ്റുമായി ബന്ധപ്പെട്ട് റെഡ് പോലുള്ള കാര്യങ്ങളിൽ ആരാണോ പൊല്യൂട്ട് ചെയ്യുന്നത് അവർ പേ ചെയ്തിട്ടുണ്ടെങ്കിൽ, എമിഷൻ നടത്തുന്ന ആൾക്കാർ പേ ചെയ്താൽ വേറൊരു രാജ്യത്തിന് വേറൊരു സ്ഥലത്ത് വനം സംരക്ഷിക്കുകയാണെങ്കിൽ അവർക്ക് രക്ഷപ്പെടാം എന്നുള്ള തരത്തിലുള്ള ഒരു ലോജിക്കും ഒരു പൊളിറ്റിക്സും ഒരു ഐഡിയോളജി അതിന്റെ പിന്നിലുള്ളത് കൊണ്ടാണ് പൊല്യൂട്ടർ പേ പ്രിൻസിപ്പിൾ ഇപ്പം നമ്മുടെ കാലത്ത് ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രിൻസിപ്പിൾ കൂടിയാണ്. അതുപോലെ UN കോൺഫറൻസ് ഓൺ ഹ്യൂമൻ ഡെവലപ്മെന്റ് 1972 നടന്നു. വേൾഡ് വാച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് 1975 സ്ഥാപിതമായി. ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ ആ സമയത്ത് നടന്നിട്ടുണ്ട്. ഇനി ഞാൻ വളരെ ഫാസ്റ്റ് ആയിട്ട് നമ്മൾ അറിയേണ്ട ചില കൺവെൻഷൻസിന്റെയും അതുപോലെ ദേശീയ തലത്തിലും അന്തർദേശീയ തലത്തിലും ഒരുപാട് നിയമങ്ങൾ ഉണ്ടായ ഒരു കാലം കൂടിയാണ്. നമുക്കറിയാം 1970, 72 എന്നൊക്കെ പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ച്, ഇന്ത്യയെ സംബന്ധിച്ചും നമുക്ക് വൈൽഡ് ലൈഫ് കൺസർവേഷൻ ആക്ട് ഉണ്ടാകുന്നുണ്ട്, നമ്മുടെ പിന്നെ പൊല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള നിയമങ്ങൾ ഉണ്ടാകുന്നുണ്ട്. അങ്ങനെ പരിസ്ഥിതി നിയമങ്ങൾ ഉണ്ടായി വന്ന ഒരു കാലം കൂടിയാണത്. അന്തർദേശീയ തലത്തിൽ ഒരുപാട് കൺവെൻഷൻസ് ഉണ്ടായി. റാംസാർ കൺവെൻഷൻ 1971 ഉണ്ടായി. സ്റ്റോക്ക്ഹോം കൺവെൻഷൻ നടന്നു. ദെൻ കൺവെൻഷൻ ഓൺ ഇന്റർനാഷണൽ ട്രേഡും അത്തരം കാര്യങ്ങൾ, ഫ്ലോറയും ഫോണയൊക്കെ ട്രേഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കൺവെൻഷൻ ഉണ്ടായിട്ടുണ്ട്. ബോൺ കൺവെൻഷൻ, മോൺട്രിയൽ പ്രോട്ടോകോൾ, ഇതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാൻ സമയമില്ലാത്തതുകൊണ്ട് വായിച്ചു പോവാണ്. വിയന്ന കൺവെൻഷൻ നടന്നു. ദെൻ ബേസിൽ കൺവെൻഷൻ, കൺവെൻഷൻ ഓൺ ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി, അത് വളരെ പ്രധാനപ്പെട്ടതാണ്. 1992 ഉണ്ടായ ബയോഡൈവേഴ്സിറ്റി, അത് നമ്മുടെ റീസെന്റ് ആയിട്ടാണ്, 92 ഉണ്ടായത്. അതുപോലെ UNFCCC ഉണ്ടായി 1992. ഈ 90കളാവുമ്പോഴേക്കും പിന്നെയും ലോകം ബയോഡൈവേഴ്സിറ്റി ലോസിനെ പറ്റി, ഇതിനു മുമ്പ് ഇവിടെ ഈ ഞാൻ നേരത്തെ പറഞ്ഞ സയൻസിന്റെ അഡ്വെന്റ് കാരണം ഉണ്ടായിട്ടുള്ള എല്ലാ മാറ്റങ്ങളിലും വന്ന ഒരു പ്രധാനപ്പെട്ട വ്യത്യാസം എന്ന് പറഞ്ഞാൽ, അതിനു മുമ്പ് പരിസ്ഥിതി പ്രവർത്തനം അല്ലെങ്കിൽ പരിസ്ഥിതി സംരക്ഷണം എന്ന് പറഞ്ഞാൽ നമുക്ക് റിസോഴ്സുകളെ സംരക്ഷിക്കുക എന്നുള്ളതായിരുന്നു. മൃഗങ്ങളെ സംരക്ഷിക്കുക, വനം സംരക്ഷിക്കുക, വെള്ളം സംരക്ഷിക്കുക, നമ്മുടെ പ്രകൃതി വിഭവങ്ങളെയും റിസോഴ്സുകളെയും സംരക്ഷിക്കുക എന്നുള്ളതും ഒരു വൈൽഡർനെസ് എന്നുള്ള, ഇപ്പം റൊമാൻറ്റിക് ആയിട്ടുള്ള കുറെ ഐഡിയോളജി കൂടിയായിരുന്നു. പ്രത്യേകിച്ചും ബയോസെൻട്രിസത്തിന്റെ ഭാഗമായിട്ടുള്ള കുറച്ച് റൊമാൻറ്റിക് ഐഡിയോളജി കൊണ്ട് നമുക്ക് തിരിച്ചു പോകാൻ ഒരു സ്ഥലം, ഇപ്പോ വിൽഡർനെസ്, പ്രത്യേകിച്ചും നമുക്കറിയാം ഇൻഡസ്ട്രിയൽ റവല്യൂഷന് സമയത്ത് ഉണ്ടായത് ഗ്രാമങ്ങളിൽ നിന്നൊക്കെ ആളുകളെ നഗരങ്ങളിലേക്ക് കൊണ്ടുവരും. വലിയ നഗരങ്ങളുടെ രൂപീകരണവും അതിന്റെ വികസനവും ഒക്കെയാണ്. അപ്പൊ ആൾക്കാർക്ക് ജോലി ലഭിക്കുന്നു, മാസവേതനത്തിലേക്ക് വരുന്നു, പിന്നെ ലേബർ ഉണ്ടാകുന്നു, ലേബറിന്റെ തൊഴിൽ നിയമങ്ങൾ ഉണ്ടാകുന്നു, തൊഴിൽ നിയമങ്ങളുടെ ഭാഗമായിട്ട് നിങ്ങൾക്ക് അവധി ഉണ്ടാകുന്നു. ഇങ്ങനെയൊക്കെയുള്ള മാറ്റങ്ങൾ നടക്കുന്നതിന്റെ പാരലായിട്ടാണ് ഇത് നടക്കുന്നത്. അപ്പൊ ഒരു വശത്ത് പരിസ്ഥിതിയിലേക്ക്, പ്രകൃതിയിലേക്ക് തിരിച്ചു പോകുക എന്നുള്ള ഒരു കോൺസെപ്റ്റ്, അങ്ങനെയൊക്കെ ഉള്ളത് അതിന്റെ ഭാഗമായിട്ട് നിൽക്കുമ്പോൾ തന്നെയാണ് ഈ സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകുന്നത്. പക്ഷെ സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ്ങിന്റെ ഭാഗമായിട്ട് ഉണ്ടായ പരിസ്ഥിതി മൂവ്മെന്റുകളുടെ ഒരു പ്രത്യേകത, ഐഡിയോളജിക്കൽ ഡിഫറൻസ് എന്താ വെച്ചാൽ, നമുക്കൊരു റിസോഴ്സ് കൺസർവേഷൻ എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് മനുഷ്യന്മാരുടെ സുരക്ഷിതത്വം,
പരിസ്ഥിതി, നമ്മുടെ ആരോഗ്യം, അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കാണ് ആ ഒരു അണ്ടർസ്റ്റാൻഡിങ് വരുന്നത്. അതേപോലെ തന്നെ മറ്റൊന്ന്, ആധുനികതയുടെ കാലത്ത് മനുഷ്യർന്നുള്ള ഒരു പ്രൈവറ്റ് പ്രോപ്പർട്ടി, ഒരു ഇൻഡിവിജ്വലിന്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടി, അതിൽ നിന്നുണ്ടാകുന്ന ലാഭം, ഇത്തരത്തിലുള്ള ഒരു വാല്യൂം കൂടി വരുന്നുണ്ട്. അപ്പോൾ രണ്ട് തരത്തിലാണ്. ഒന്ന്, ഒരിടത്ത് നമുക്ക് നമ്മുടെ ആരോഗ്യം, അത്തരം കാര്യങ്ങളെ പറ്റിയിട്ടുള്ള സംരക്ഷണം, അതുകൊണ്ട് സ്റ്റേറ്റ് നമുക്ക് സംരക്ഷണം തരണം എന്ന് പറയുന്നു എന്നുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവുന്നു. സ്റ്റേറ്റ് ഇത്തരത്തിലുള്ള റെഗുലേറ്ററി നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നു, അതെല്ലാം ചെയ്യുന്നു. പക്ഷെ വേറൊരു വശത്ത് വലിയ തോതിൽ പിന്നെ ഇൻഡിവിജ്വലിസവും പ്രൈവറ്റ് പ്രോപ്പർട്ടിയും എന്താണ് ഇൻഡിവിജ്വലിന്റെ ഇൻകം, ഇൻഡിവിജ്വലിന്റെ പ്രോപ്പർട്ടി, അത് ഉപയോഗിച്ച് ഇൻഡിവിജ്വലിന് എന്ത് വേണമെങ്കിലും ചെയ്യാം എന്നുള്ള ധാരണ, ഈ വാല്യൂ സിസ്റ്റത്തെ ഉപയോഗിച്ചുകൊണ്ട് തന്നെ മാർക്കറ്റ് മുന്നോട്ട് പോകുന്നു. മാർക്കറ്റിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള നാഷൻസിന്റെ, രാജ്യങ്ങളുടെ നിയമസാധ്യതകൾ സ്ലോലി ഇല്ലാതായി പോകുന്നു. ആ തരത്തിലുള്ള ഒരു എവല്യൂഷനും ഇതിന്റെ ഭാഗമായിട്ട് തന്നെ നടക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു വന്ന 92 ആകുമ്പോഴേക്കും ബയോഡൈവേഴ്സിറ്റി ലോസിനെ പറ്റിയിട്ടുള്ള ധാരണകൾ വലുതായി ഉണ്ടായി വരികയും കൺവെൻഷൻ ഓഫ് ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി നമ്മുടെ എല്ലാ രാജ്യങ്ങളെയും ബയോഡൈവേഴ്സിറ്റി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ബാധ്യതപ്പെടുത്തുകയും ചെയ്യുന്ന സമയമാണ്. അങ്ങനെയാണ് നമുക്കും ബയോളജിക്കൽ ഡൈവേഴ്സിറ്റി ആക്ട് ഒക്കെ ഉണ്ടായി വരുന്നത് ഓരോ രാജ്യത്തിനും. അതുപോലെ 1900 വീണ്ടും ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയിട്ടുള്ള അണ്ടർസ്റ്റാൻഡിങ്, അങ്ങനെ UNFCCC ഉണ്ടാകുന്നു ക്ലൈമറ്റ് ചേഞ്ചിന് വേണ്ടിയിട്ട്. റിയോ സമ്മിറ്റ് നടക്കുന്നു. ദെൻ യുണൈറ്റഡ് നേഷൻസ് കൺവെൻഷൻ ടു കോമ്പാറ്റ് ഡെസർട്ടിഫിക്കേഷൻ 94 നടക്കുന്നു. ക്യോട്ടോ പ്രോട്ടോകോൾ 97 ഉണ്ടാവുന്നു. റോട്ടർഡാം കൺവെൻഷൻ 98 നടക്കുന്നു. ഇങ്ങനെ ഇത് മുന്നോട്ട് പോവാണ്. അപ്പോ നയോഗോ പ്രോട്ടോകോൾ വളരെ പ്രധാനപ്പെട്ട മറ്റൊന്ന്. അതുപോലെ റെഡ് 2008 ഇങ്ങനത്തെ പല സംഗതികളും ഈ സമയത്ത് നടക്കുന്നുണ്ട്. ഇതിനെല്ലാം അധികരിച്ചുകൊണ്ട് ലോകരാജ്യങ്ങൾ, പല രാജ്യങ്ങളും അവരവരുടേതായിട്ടുള്ള നിയമങ്ങളും അതുപോലെ മുന്നൊരുക്കങ്ങളും, ഇനിയിപ്പോ നമ്മള് ക്ലൈമറ്റ് ചേഞ്ചിലൊക്കെ ആണെങ്കിൽ ആക്ഷൻ പ്ലാനുകളും, ബയോഡൈവേഴ്സിറ്റിക്കും ഉണ്ട്. നിയമം ഉള്ളപ്പോൾ തന്നെ ബയോഡൈവേഴ്സിറ്റി ആക്ഷൻ പ്ലാനുകളുണ്ട്. അതൊക്കെ ഉണ്ടായി വരുന്നു. പക്ഷെ നിയമപരമായിട്ട് ലോക്കൽ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ബയോഡൈവേഴ്സിറ്റിയെ സംബന്ധിച്ചിട്ടൊക്കെയുള്ള തീരുമാനം എടുക്കാനുള്ള ഒരു നിയമസാധ്യത കൂടി ഇതിന്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടായി വരുന്നുണ്ട്. ഇതൊക്കെയാണ് ലോകത്ത് നടന്നിട്ടുള്ള കാര്യം. ഇനി എനിക്ക് 2-3 പിന്നെ സമയം കുറച്ച് ഫാസ്റ്റ് ആയിട്ട് ഞാൻ 2-3 തിയറട്ടിക്കൽ സ്ട്രീമുകളെ പറ്റി കൂടി പറഞ്ഞിട്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഈ പരിസ്ഥിതിയായിട്ട് ബന്ധപ്പെട്ട ഒന്ന് പൊളിറ്റിക്കൽ ഇക്കോളജിയാണ്. പൊളിറ്റിക്കൽ ഇക്കോളജി എന്ന് പറയുന്നത് പോൾ റോബിൻസ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ശാസ്ത്രജ്ഞനാണ് അതിന്റെ ഏറ്റവും വലിയ പ്രൊപ്പോണന്റ്. മറ്റു പല ആൾക്കാരും ഉണ്ട്. ആന്ത്രപ്പോളജി, ജിയോളജി, ജിയോഗ്രഫി തുടങ്ങിയിട്ടുള്ള മേഖലകളിൽ നിന്നൊക്കെയാണ് ഈ പൊളിറ്റിക്കൽ ഇക്കോളജി കോൺസെപ്റ്റ് വളരെ കാര്യമായിട്ട് മുന്നോട്ട് വന്നത്. ഒരു തരത്തിൽ ഇത് നമ്മളുടെ മാർക്സിസ്റ്റ് പെർസ്പെക്റ്റീവിന്റെ അകത്തിരിക്കുന്ന സാധനം തന്നെയാണ്. പക്ഷെ എങ്കിലും ഒരു വ്യത്യാസം ഉള്ളത് എന്താ വെച്ചാല് ഇത് കൂടുതൽ പോളിസി ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടാണ് വർക്ക് ചെയ്യുന്നത്. ഇപ്പൊ പൊളിറ്റിക്കൽ ഇക്കോളജിസ്റ്റുകൾ പ്രധാനമായിട്ടും പറയുന്ന ഒരു കാര്യം എൻവിറോൺമെന്റൽ റിലേഷൻസ്, മനുഷ്യനും പ്രകൃതിയും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് അതിനൊരു രാഷ്ട്രീയമുണ്ട്. അതൊരു അപ്പൊളിറ്റിക്കൽ ആയിട്ടുള്ള സംഗതി അല്ല. അത് നമ്മുടെ സമൂഹത്തിൽ മനുഷ്യന്മാരുടെ ഇടയിൽ നിലനിൽക്കുന്ന അൺഈക്വൽ പവർ ഡിസ്ട്രിബ്യൂഷൻ, അധികാരത്തിന്റെ അൺഈക്വൽ ആയിട്ടുള്ള ഡിസ്ട്രിബ്യൂഷൻ നേരിട്ട് ഈ എൻവിറോൺമെന്റൽ റിലേഷനെയും ബാധിക്കുന്നുണ്ട്. പരിസ്ഥിതിയായിട്ടുള്ള നമ്മുടെ ബന്ധത്തിനെ മനുഷ്യന്മാരുടെ ഇടയിലുള്ള അധികാര ശ്രേണികൾ കാര്യമായിട്ട് ബാധിക്കുന്നുണ്ടെന്നും എല്ലാ പരിസ്ഥിതി പ്രശ്നങ്ങളും ഈ അധികാര ഘടനയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഇരിക്കുന്നതെന്നും പരിസ്ഥിതി പ്രശ്നങ്ങൾ അനുഭവിക്കുന്നതിലും ഈ പ്രശ്നം ഉണ്ടെന്നും പവർലെസ് ആയിട്ടുള്ള മനുഷ്യരാണ് കൂടുതൽ പരിസ്ഥിതി പ്രശ്നത്തിന്റെ ദുരന്ത ഫലങ്ങൾ കൂടുതൽ അനുഭവിക്കുന്നത് പവർലെസ് ആയിട്ടുള്ള മനുഷ്യരാണെന്നും പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് കൂടുതൽ കാരണക്കാരാകുന്നത് പവർഫുൾ ആയിട്ടുള്ള മനുഷ്യരാണെന്നും എന്നാണ് വളരെ സംക്ഷിപ്തമായിട്ട് പറഞ്ഞാൽ ഈ പൊളിറ്റിക്കൽ ഇക്കോളജി ഡിസ്കോഴ്സുകാർ പറയുന്നത്. അപ്പോൾ ഇവർ ചെയ്യുന്ന പ്രവർത്തനം എന്താ വെച്ചാല് നമ്മുടെ രാജ്യങ്ങളുടെ പോളിസികള്, അതുപോലെ ഓരോ ഇപ്പൊ ക്ലൈമറ്റ് ചേഞ്ച് അടക്കമുള്ള കാര്യങ്ങളിൽ പൊളിറ്റിക്കൽ ഇക്കോളജി വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഒരു അക്കാഡമിക് സ്ട്രീം എന്നുള്ള അപ്പുറത്തേക്ക് ഒരു ആക്ടിവിസത്തിന്റെ ഒരു ലൈനിലും കൂടി ആക്ടിവിസ്റ്റുകളും ഉണ്ട് പൊളിറ്റിക്കൽ ഇക്കോളജിസ്റ്റുകളായിട്ട്.
അപ്പൊ അവര് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത് ഓരോ എൻവിറോൺമെന്റൽ ഇഷ്യൂസിലും മൈക്രോ ലെവലിലും മാക്രോ ലെവലിലും ഉള്ള സ്ഥൂലതലത്തിലും സൂക്ഷ്മതലത്തിലുമുള്ള പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് അകത്തിരിക്കുന്ന ഈ പവർ റിലേഷനെ കണ്ടെത്താനും അങ്ങനെ എന്താണ് ഈ പരിസ്ഥിതി പ്രശ്നത്തിന്റെ കാരണമെന്ന് മനസ്സിലാക്കാനും പരിസ്ഥിതി പ്രശ്നത്തിന്റെ ദുരന്ത ഫലങ്ങൾ വിവിധ മനുഷ്യർ എങ്ങനെ വ്യത്യസ്തരായിട്ട് മനസ്സിലാക്കുന്നു, വ്യത്യസ്തരായിട്ട് അവരിൽ അനുഭവവേദ്യമാകുന്നു എന്ന് മനസ്സിലാക്കുകയും ചെയ്യാൻ വേണ്ടിയിട്ടാണ് പൊളിറ്റിക്കൽ ഇക്കോളജിസ്റ്റുകൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. മറ്റൊന്ന് ഫെമിനിസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങുകളാണ്. അതിനകത്ത് ആദ്യത്തെ ഒരു സാധനം ഇക്കോ ഫെമിനിസം എന്ന് പറഞ്ഞാണ്. ഇക്കോ ഫെമിനിസ്റ്റുകൾ ഒരു നമ്മള് സ്ത്രീകൾ പ്രകൃതിയെയും സ്ത്രീകളെയും ചേർത്ത് വെക്കുന്ന ഒരു പ്രവണതയാണ് അതിൽ കണ്ടത്. എങ്ങനെയാണോ പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത്, സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത്, അതുപോലെയാണ് പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതെന്നും, അല്ലെങ്കിൽ എങ്ങനെയാണ് സ്ത്രീകളെ ചൂഷണം ചെയ്യുന്നത്, പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നത് അതുപോലെ തന്നെ സ്ത്രീകളെയും, അപ്പൊ സ്ത്രീനെയും പ്രകൃതിയെയും ഇക്വേറ്റ് ചെയ്യാന്നുള്ള ഒരു സാധനമാണ്. അപ്പൊ ഇത് പലപ്പോഴും ഒരു റിലീജിയസ് ആയിട്ടുള്ള ബിലീഫ് സിസ്റ്റത്തിൽ നിന്നും അതുപോലെ അതിന്റെ ഒരു ചരിത്രപരമായിട്ടുള്ള ഇതിലേക്കൊക്കെയാണ് പോയത്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാര് ഈ പിന്നീട് വന്നിട്ടുള്ള ഫെമിനിസ്റ്റ് ആൾക്കാര് ഇതിനെ ക്വസ്റ്റ്യൻ ചെയ്യുകയുണ്ടായി. അതിനു മുമ്പ് തന്നെ എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ചാല്, സ്വാഭാവികമായിട്ടും ഫെമിനിസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങുകൾ ഇക്കോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ്ങുകളുടെ പരിസ്ഥിതി പ്രശ്നങ്ങളെ മനസ്സിലാക്കുന്നതിൽ വലിയ തോതിൽ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. അങ്ങനെ സഹായിക്കാനുള്ള ഒരു കാരണം എന്താ വെച്ചാൽ അതിന്റെ ടൂൾ, ഫെമിനിസത്തിന്റെ ടൂൾ എന്ന് പറയുന്നത് ഇത് മനസ്സിലാക്കാൻ വളരെ സഹായിക്കുന്ന ഒരു സംഗതിയാണ്. കാരണം ഫെമിനിസം എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ നിലനിൽക്കുന്ന ഇൻഇക്വാലിറ്റീസിനെയും പവർ സ്ട്രക്ചറിനെയും മനസ്സിലാക്കാനുള്ള ടൂളാണ് ഫെമിനിസം നമുക്ക് തരുന്നത്. ആ ലെൻസ് കൂടി നമ്മൾ നോക്കുമ്പോൾ തന്നെ പരിസ്ഥിതി പ്രശ്നം നമുക്ക് വളരെ എവിഡന്റ് ആയിട്ട് കാണാൻ വേണ്ടി പറ്റും. അത് വീടിനകത്താണെങ്കിലും കാണാൻ പറ്റും, സമൂഹത്തിലാണെങ്കിലും കാണാൻ പറ്റും, പിന്നെ ലാർജർ പൊളിറ്റിക്കൽ സ്ട്രക്ചറിന്റെ അകത്താണെങ്കിലും നമുക്ക് കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഫെമിനിസ്റ്റ് സ്ട്രീം തന്നെ നമുക്ക് വളരെ കാര്യമായിട്ട് ഈ രംഗത്ത് കൂടുതൽ തെളിച്ചത്തോടു കൂടിയിട്ട് പരിസ്ഥിതി പ്രശ്നത്തെയും അതിനെ കാണാനുള്ള ഒരു ലെൻസ് തന്നു എന്ന് നമുക്ക് പറയാം. ഈ മാർക്സിസ്റ്റ് ഫെമിനിസ്റ്റുകൾ അടക്കമുള്ള ആൾക്കാർ ഇതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുമുണ്ട്. ഇനി ഈ ഇക്കോ ഫെമിനിസത്തെ പക്ഷെ ഒരുപാട് ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യയിൽ നിന്നൊക്കെയുള്ള ബീന അഗർവാൾ പോലുള്ള വളരെ പ്രധാനപ്പെട്ട ആൾക്കാർ ഇതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നുണ്ട്. അവരതിനെ ക്രിട്ടിസൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാ വെച്ചാല് ഇക്കോ ഫെമിനിസം എപ്പോഴും ഒരു റിലീജിയസിലേക്കും ഒക്കെ എസെൻഷ്യലൈസേഷൻ ഓഫ് കൾച്ചർ എന്ന് പറയും, അതിലേക്ക് ചേർത്ത് വെക്കുകയും അതിനെ ഒരു 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 അങ്ങനെ തന്നെ ആവേണ്ട ഒരു കാര്യമാണ്. ഇത് ഇങ്ങനെയാണ് എന്ന് പറയുന്നതിനടുത്ത് വരെ എത്തി നിൽക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. പക്ഷെ ഫെമിനിസ്റ്റ് എൻവിറോൺമെന്റലിസത്തിലേക്ക് വരുമ്പോഴേക്കും ബീന അഗർവാൾ പോലെ ഉള്ള ആൾക്കാരാണ് അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് ഇക്കോ ഫെമിനിസത്തിന് ഓൾട്ടർനേറ്റീവ് ആയിട്ടാണ് ഉണ്ടായി വരുന്നത്. ഇതിനകത്ത് അവർ കാണാൻ ശ്രമിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ, എല്ലാ അധികാരഘടനയും പോലെ തന്നെയാണ് ജെൻഡറിന്റെ ഉള്ളിൽ നിലനിൽക്കുന്ന അധികാരഘടനയും. ഇങ്ങനെ നിലനിൽക്കുന്ന ഘടന ഉള്ളത് കൊണ്ടാണ് നമുക്ക് നാച്ചുറൽ റിസോഴ്സുകളോടുള്ള ആക്സസ് സ്ത്രീകൾക്ക് കുറവായിട്ടിരിക്കുന്നത്. അപ്പം അത് സ്ത്രീകളുടെ മാത്രം പ്രശ്നമല്ല, സമൂഹത്തിലെ എല്ലാ അധികാരം ഇല്ലാത്ത മനുഷ്യർക്കും ഈ പ്രകൃതി വിഭവങ്ങളോടുള്ള ആക്സസ് കുറവാണെന്നും അതുകൊണ്ട് തന്നെ അതിലുണ്ടാകുന്ന ഡിപ്ലീഷനും അതിലുണ്ടാകുന്ന പ്രശ്നങ്ങളും എല്ലാവർക്കും ഒരുപോലെ ബാധിക്കുന്നും അവര് ആർഗ്യൂ ചെയ്തു. ഇതാണ് പിന്നീട് ഫെമിനിസ്റ്റ് പൊളിറ്റിക്കൽ ഇക്കോളജി എന്നുള്ള സ്ട്രീമിലേക്ക്, ഞാൻ നേരത്തെ പറഞ്ഞ പൊളിറ്റിക്കൽ ഇക്കോളജിന്റെ ഐഡിയോളജികളും കൂടി എടുത്തുകൊണ്ട് ഫെമിനിസ്റ്റ് പൊളിറ്റിക്കൽ ഇക്കോളജി എന്നുള്ള ഒരു ധാരയായിട്ട് മാറുന്നത്. ഇതിനകത്ത് വേറൊരു കാര്യം, ഇപ്പൊ നമ്മൾ എപ്പോഴും കേൾക്കും ഇന്ത്യയിലെ എൻവിറോൺമെന്റൽ മൂവ്മെന്റുകളെ പറ്റി പറയുന്ന സമയത്ത് ചിപ്കോ മൂവ്മെന്റിനെ പറ്റി നമ്മൾ സംസാരിക്കാറുണ്ട്. അതുപോലെ വങ്കായി മത്തായി പോലുള്ള ആഫ്രിക്കയിലുള്ള പിന്നെ സ്ത്രീ പരിസ്ഥിതി പ്രവർത്തകരെ പറ്റി പറയുമ്പോൾ ഒക്കെ ഇക്കോ ഫെമിനിസ്റ്റ് ആൾക്കാർ അതൊരു സ്ത്രീ പ്രശ്നമായിട്ടാണ് കൊണ്ടുവരാൻ വേണ്ടി ശ്രമിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഇന്ത്യയിലെ എൻവിറോൺമെന്റൽ മൂവ്മെന്റ് ഒരു ഇക്കോ ഫെമിനിസ്റ്റ് മൂവ്മെന്റ് ആയിട്ടൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ബീന അഗർവാളിനെ പോലെയുള്ള ആൾക്കാര് അതങ്ങനെ പറയുന്നതിനെ ക്രിട്ടിസൈസ് ചെയ്യാണ് ചെയ്യുന്നത്. കാരണം അതൊരു ഫെമിനിസ്റ്റ് പ്രശ്നമല്ല എന്നും അതൊരു സമൂഹത്തിന്റെ പ്രശ്നമാണ്. പക്ഷെ ആ പ്രശ്നം ഏറ്റവും ആദ്യം അനുഭവിച്ചത് സ്ത്രീകളാണ് എന്നുള്ളത് കൊണ്ട് സ്ത്രീകൾ സമരത്തിലേക്ക് വന്നു,
സ്ത്രീകൾ കൂടി സമരത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇവിടെ മറ്റൊരു കാര്യം കൂടി ഇതിന്റെ ഭാഗമായിട്ട് വരുന്നുണ്ട്. അതായത് നമുക്ക് പരിസ്ഥിതി പ്രശ്നങ്ങളെ, നമ്മുടെ ആരോഗ്യ പ്രശ്നം, മനുഷ്യന്റെ പ്രകൃതി, അതായത് നല്ല നഗരത്തിൽ ജീവിക്കാൻ പറ്റിയ ആൾക്കാര്, നല്ലോണം ജോലിയുള്ള ആൾക്കാര്, നല്ല വരുമാനമുള്ള ആളുകൾ, അവര് പിന്നെ പരിസ്ഥിതി പ്രശ്നങ്ങളോട് പ്രതികരിക്കുന്ന ഒരു രീതി ആണ് ഉണ്ടായിരുന്നത്. അതിന്ന് മാറിയിട്ട് മനുഷ്യന്മാരെ ലൈവ്ലിഹുഡുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട്, മനുഷ്യന്മാരുടെ നിലനിൽപ്പുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടൊക്കെ പരിസ്ഥിതി പ്രശ്നങ്ങളെ ചേർത്ത് വെക്കുന്നത് ഈ ഒരു സ്കൂളിന്റെ കാലത്താണെന്നും കൂടി നമുക്ക് പറയാം. അതുപോലെ സമയം പോയി, ഞാൻ കുറച്ചുകൂടെ ഫാസ്റ്റ് ആയിട്ട് പോവാം. ജെൻഡർ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ആക്ടിവിസം ആൻഡ് പോളിസി എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആഗോളതലത്തിൽ അതുപോലെ ദേശീയ തലങ്ങളിൽ ഉണ്ടായിട്ടുള്ള നിരവധി നിയമങ്ങളുടെ ഭാഗമായിട്ടൊക്കെ വികസനം സ്റ്റേറ്റ് സ്പോൺസേർഡ് ആയിട്ടോ അല്ലാതെ നടക്കുന്ന, സ്റ്റേറ്റുകളുടെ ഭാഗമായിട്ട് ഗവേണൻസിന്റെ ഭാഗമായിട്ട് അല്ലാതെ നടക്കുന്ന വികസനത്തിനകത്തേക്ക് എൻവയോൺമെന്റൽ ആസ്പെക്ട് കൊണ്ടുവരുന്നതിനാണ്, ജെൻഡർ എൻവയോൺമെന്റും കൂടി ചേർത്ത് കൊണ്ടുവരുന്നതാണ് ജെൻഡർ എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് എന്ന് പറയുന്നത്. അത് ഒരുപാട് മൂവ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. ആ മൂവ്മെന്റുകളിലൊക്കെ പ്രവർത്തന ഫലമായിട്ട് ഇത്തരം കാര്യങ്ങൾ പോളിസിയിലേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് പല നിയമങ്ങളും അതിന്റെ ഭാഗമായി ഉണ്ടായി വന്നത് കാണാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെയാണ് ക്ലൈമറ്റ് ക്രൈസിസിന്റെ ഭാഗമായിട്ട് UNFCCയുടെ ഭാഗമായിട്ടാണ് ജെൻഡർ CC ഉണ്ടാകുന്നുണ്ട്. എൻവയോൺമെന്റ് ആൻഡ് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഉണ്ടാകുന്നുണ്ട്. അതുപോലെ മറ്റു പല സാധ്യതകളും. അപ്പൊ ഇത്രയും പരിസ്ഥിതി പ്രശ്നത്തിൽ സ്ത്രീകൾക്ക് പ്രത്യേകമായിട്ടുള്ള പരിസ്ഥിതി പ്രശ്നം ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്നത് സ്ത്രീകളാണ്. കാരണം അവര് ഏറ്റവും അധികാരം കുറഞ്ഞ മനുഷ്യരാണ് എന്നുള്ളതുകൊണ്ട് പരിസ്ഥിതി പ്രശ്നങ്ങൾ അഡ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ തരത്തിലുള്ള ഒരു ലെൻസ് വേണമെന്നും അതിന് എന്താണ് ആ ലെൻസ് ഉപയോഗിച്ച് നമ്മൾ നോക്കുമ്പോൾ അധികാരം കുറഞ്ഞ എല്ലാ മനുഷ്യരും പരിസ്ഥിതി പ്രശ്നത്തിന്റെ ഏറ്റവും ക്രൂഷ്യലായിട്ട് അത് അനുഭവിക്കുന്ന ആളുകളാണെന്ന് നമുക്ക് മനസ്സിലാവുകയും ചെയ്യുന്ന ഒരു മേഖലയാണ് ഈ ഫെമിനിസ്റ്റ് പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട ഫെമിനിസ്റ്റ് അണ്ടർസ്റ്റാൻഡിങ്ങുകളിലൂടെ നമുക്ക് കിട്ടുന്നത്. സ്റ്റേറ്റ് ക്യാപിറ്റലിസത്തിനെയും അതുപോലെ ബ്യൂറോക്രാറ്റിക് കളക്ടിവിസത്തിനെയും എതിർക്കുകയും അതേസമയം ജെൻഡർ ഇക്വിറ്റിയും റേസിസത്തിനൊക്കെ എതിരെയുള്ള കാര്യങ്ങൾ ഉൾച്ചേർക്കുകയും ചെയ്തുകൊണ്ട് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള സമൂഹത്തിനകത്ത് ക്യാപിറ്റലിസം ആണ് ഇന്ന് നിലനിൽക്കുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളുടെ പ്രധാനപ്പെട്ട കാരണമെന്ന് മനസ്സിലാക്കുകയും അതിനെ എതിർക്കുകയും ചെയ്യുന്ന ഒരു വിഭാഗമാണ് ഇക്കോ സോഷ്യലിസ്റ്റുകൾ എന്ന് പറയുന്നത്. പല രാജ്യങ്ങളിലും ഇക്കോ സോഷ്യലിസ്റ്റ് മൂവ്മെന്റുകൾ മുന്നോട്ട് വന്നിട്ടുണ്ട്. ആക്ച്വലി റഷ്യൻ റവല്യൂഷന് മുമ്പ് തന്നെ ഇതിന്റെ ചെറിയ തോതിലുള്ള ആശയങ്ങൾ രൂപപ്പെട്ടു വരികയും വികസിച്ചു വരികയും ചെയ്യുന്നുണ്ട്. പക്ഷെ റഷ്യൻ റവല്യൂഷന് ശേഷം റഷ്യക്കകത്ത് ഇത് അവതരിപ്പിച്ചിട്ട്, പക്ഷെ അത് അവിടെ സ്വാഭാവികമായിട്ടും ഈ സ്റ്റേറ്റിന്റെ പിന്നെ ഒരു കംപ്ലീറ്റ് കൺട്രോൾ എന്നുള്ള ഒരു ഐഡിയോളജിക്കകത്ത് ഇത് പുറകോട്ട് പോവുകയും ചെയ്തു. പക്ഷെ 1950-കൾക്ക് ശേഷം വീണ്ടും ഇക്കോ സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് ലോകത്തിന്റെ പല ഭാഗങ്ങളിലും ഇവോൾവ് ആയി വരുന്നുണ്ട്. വലിയ തോതിൽ തന്നെ ഇക്കോ സോഷ്യലിസ്റ്റ് മൂവ്മെന്റ് പിന്നെ അവരൊരു മാനിഫെസ്റ്റോ പുറപ്പെടുവിക്കുകയും അത് പല രാജ്യങ്ങളും അത് അഡോപ്റ്റ് ചെയ്യുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ബൊളീവിയ 2009 ആദ്യത്തെ ഒരു ഇക്കോ സോഷ്യലിസ്റ്റ് സ്റ്റേറ്റ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഇക്കോ സോഷ്യലിസത്തിന്റെ ഒരു ബേസ് ഐഡിയോളജി എന്ന് പറയുന്നത് മാസ് പ്രൊഡക്ഷനും വലിയ എക്കണോമിക് സിസ്റ്റവും ആണ് ഇന്ന് നമ്മൾ കാണുന്ന പരിസ്ഥിതി പ്രശ്നങ്ങളുടെ മൂല കാരണമെന്നും അതിനെ പ്രതിരോധിക്കുന്നതിന് വേണ്ടിയിട്ട് ചെറിയ പ്രൊഡക്ഷൻ സിസ്റ്റംസും ചെറുതുകളുടെ നെറ്റ്വർക്കുകളും ആവശ്യമുണ്ട് എന്നുള്ളതാണ് അവർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. അതുപോലെ ഫുഡ് മൈൽസ് പോലുള്ള ഐഡിയാസ് അവർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഫുഡ് മൈൽസ് എന്ന് പറഞ്ഞാൽ എത്ര ദൂരെ നിന്നാണ് നിങ്ങളുടെ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നത്, അത് എത്ര ദൂരം സഞ്ചരിച്ചിട്ടാണ് നിങ്ങൾ അടുത്തെത്തുന്നത്, അതൊക്കെ നമ്മുടെ ഇപ്പൊ കാർബൺ ഫുട് പ്രിന്റ് പോലെ നമ്മുടെ ഫുഡ് മൈൽസ്. അപ്പൊ ഈ വലിയ ഫുഡ് പ്രൊഡക്ഷൻ ഇൻഡസ്ട്രീസ് ആണ് നമ്മുടെ സാധാരണക്കാരായ മനുഷ്യരുടെ ഒക്കെ തന്നെ ഫുഡ് മൈൽസ് കൂട്ടുന്നത്. അപ്പൊ ആ ഐഡിയോളജിനെ നമ്മൾ പ്രതിരോധിക്കേണ്ടതുണ്ടെന്നും ലോക്കൽ ഫുഡ് സിസ്റ്റങ്ങളെ പ്രൊമോട്ട് ചെയ്യേണ്ടതുണ്ടെന്നും ഒക്കെ ഇക്കോ സോഷ്യലിസ്റ്റ് മാനിഫെസ്റ്റോയ്ക്ക് അകത്ത് പറയുന്നുണ്ട്. വലിയൊരു ഡോക്യുമെന്റ് തന്നെയാണത്.
അങ്ങനെ 2001 അവരുടെ ഒരു മാനിഫെസ്റ്റോ, ഇക്കോ സോഷ്യലിസ്റ്റ് മാനിഫെസ്റ്റോ പുറത്തിറങ്ങിയിട്ടുണ്ട്. പല പല ആൾക്കാരും പല രാജ്യങ്ങളിലും ഇതിന്റെ ഡിസ്കഷൻസ് നടന്നു വരുന്നുണ്ട്. ഇനി മറ്റൊന്ന് ഫുഡ് സോവർണിറ്റി ഡിബേറ്റ് ആണ്. ഇതിനോട് ചേർത്ത് വെച്ച് നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്. ഫുഡ് സോവർണിറ്റി ഡിബേറ്റിനകത്ത് അതൊരു മൂവ്മെന്റുമാണ്, അതുപോലെ തന്നെ അതൊരു UN ഒക്കെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഐഡിയയാണ്. ഫുഡ് സോവർണിറ്റി ഡിബേറ്റിൽ പറയുന്നത് ഭക്ഷണത്തെ ഒരു പരിസ്ഥിതി ആയിട്ട് തന്നെയാണ് കാണുന്നത്. അതായത് സാധാരണക്കാരായ മനുഷ്യർക്ക് അവരുടെ ഭക്ഷണം ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഉപാധികളിലേക്ക് നേരിട്ടുള്ള ആക്സസ് എത്രയാണ്, അതുപോലെ അധികാരം എത്രയാണ്, ഇപ്പോ എത്രത്തോളം ഡിപ്പെൻഡന്റ് ആണ് മനുഷ്യർ ഭക്ഷണത്തിന് വേണ്ടിയിട്ട്. നമ്മുടെ ഫുഡ് റൈറ്റ് ഫുഡ് നിയമമൊക്കെ പാസ്സാക്കിയിട്ടുള്ള രാജ്യമാണ് നമ്മളത്. അവിടം വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. പക്ഷെ അതിന്റെയും അപ്പുറത്തേക്ക് പോകുന്നതാണ് ഫുഡ് സോവർണിറ്റി ഡിബേറ്റ് എന്ന് പറയുന്നത്. ഫുഡ് സോവർണിറ്റി ഡിബേറ്റ് എന്ന് പറയുമ്പം സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് അവരുടെ ഭക്ഷണ ഉൽപാദന ഉപാധികളിലും ഭക്ഷണ സോഴ്സുകളുടെ മേലെയും കൺട്രോൾ ഉണ്ടായിരിക്കണം എന്നുള്ളതാണ്. ശരിക്കും കാലാവസ്ഥ വ്യതിയാന കാലത്ത് വളരെ പ്രധാനപ്പെട്ട ഒരു ഡിബേറ്റ് ആണിത്. കാരണം ഭക്ഷണം വലിയൊരു ഒരു പ്രശ്നമായിട്ട് മാറാൻ പോകുന്ന ഒരു സാഹചര്യത്തിലാണ് നമ്മൾ നിൽക്കുന്നത്. ഇപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്ന വയനാട് ജില്ലയിലെ ഞാൻ ട്രൈബൽ കമ്മ്യൂണിറ്റീൻ്റെ ഇടയിൽ ഞാൻ പഠിക്കുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഈ ഫുഡുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അതിൽ നമുക്ക് മനസ്സിലാവും ഫോറസ്റ്റുകളുടെ ഡീഗ്രഡേഷൻ്റെ സംഭവിക്കുന്ന സമയത്ത്, അതുപോലെ നമ്മുടെ കോമൺസ് എന്ന് പറഞ്ഞ സ്ഥലങ്ങൾ ഇല്ലാതാകുന്ന സമയത്ത്, കൃഷിസ്ഥലങ്ങളിൽ മാർക്കറ്റ് ഓറിയന്റഡ് ആയിട്ടുള്ള ഈ പ്രത്യേകിച്ച് ഇന്നലെ പറഞ്ഞ പ്രസന്റേഷനിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഒരു നിയോ ലിബറൽ കാലത്ത് മാർക്കറ്റിന് വേണ്ടി നമ്മൾ കൃഷി ചെയ്യുന്ന ഒരു സാഹചര്യത്തിൽ, പ്രത്യേകിച്ചും ഈ ഫുഡ് ക്രോപ്സ് അല്ലാത്ത മറ്റ് സംഗതികൾ കൃഷി ചെയ്യുമ്പം ഒറ്റയ്ക്ക് മാസ് പ്രൊഡക്ഷൻ ആണ്, നമുക്ക് പ്രൊഡക്ഷൻ മാക്സിമൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ എന്നുള്ള ഒരു ഫിലോസഫീനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ കൃഷി ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരു ക്രോപ്പ് ആയിരിക്കും ഒരു കർഷകൻ കൃഷി ചെയ്യുക. ആ സമയത്ത് അവരുടെ ഫുഡ് സെക്യൂരിറ്റിയും ന്യൂട്രീഷൻ സെക്യൂരിറ്റിയും ഈ ഫുഡ് സോവർണിറ്റി ഡിബേറ്റിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ന്യൂട്രീഷൻ സെക്യൂരിറ്റി അല്ലെങ്കിൽ ഹിഡൻ ഹങ്കർ എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ധാന്യങ്ങളുണ്ട്, പക്ഷെ നമുക്ക് ന്യൂട്രീഷൻ ഇല്ല. വീണ്ടും ഇന്നലത്തെ പ്രസന്റേഷനിൽ നമ്മൾ ഇന്ത്യന്റെ സ്ഥിതി കണ്ടു. നമുക്ക് ഫുഡ് സെക്യൂരിറ്റിക്ക് ഉള്ള രാജ്യമാണ്, പക്ഷെ നമ്മുടെ ന്യൂട്രീഷൻ സെക്യൂരിറ്റി വളരെ കുറവാണ്. ന്യൂട്രീഷൻ സെക്യൂരിറ്റി കുറവാണ് അല്ലെങ്കിൽ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് കുറവാണെന്ന് പറഞ്ഞാൽ നമുക്ക് ഫുഡ് ഡൈവേഴ്സിറ്റി ഉള്ള ഫുഡിലേക്കും ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡിലേക്കും ആക്സസ് കുറവാണ് എന്നാണ് നമ്മൾ അതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അപ്പം അതെല്ലാം തന്നെ ഇത് എങ്ങനെ ഉണ്ടാവുന്നു? ആക്ച്വലി നമ്മൾ അധികം ആലോചിക്കാത്ത ഒരു കാര്യമാണ്. എപ്പോഴും നമ്മൾ അല്ലെങ്കിൽ പർച്ചേസിങ് പവർ കൂട്ടിയാൽ, ആൾക്കാരുടെ പർച്ചേസിങ് പവർ കൂട്ടിയാൽ നമുക്ക് ന്യൂട്രീഷൻ ന്യൂട്രീഷൻ സെക്യൂരിറ്റിയിലേക്ക് എത്തിക്കാൻ പറ്റും എന്നാണ് നമ്മൾ സ്വാഭാവികമായിട്ട് വിചാരിക്കാറ്. പക്ഷേ ഫുഡ് സോവർണിറ്റി ഡിബേറ്റ് പറയുന്നതും ലോകത്തിന്റെ പല ഭാഗത്തു നിന്നുള്ള എക്സാമ്പിൾസ് എന്ന് പറയുന്നു. എന്നെ സംബന്ധിച്ച് ഞാൻ നേരിട്ട് നടത്തുന്ന ഗവേഷണ പരിപാടികളുടെ ഭാഗമായിട്ട് നമ്മൾ ബോധ്യപ്പെട്ടിട്ടുള്ളതുമായിട്ടുള്ള കാര്യം, നമുക്ക് ഒരു തൊഴിൽ ദിനങ്ങൾ കൂട്ടിയത് കൊണ്ടോ പർച്ചേസിംഗ് പവർ കൂട്ടിക്കൊണ്ടോ ദരിദ്രരായിട്ടുള്ള മനുഷ്യരുടെ ന്യൂട്രീഷൻ സെക്യൂരിറ്റി എല്ലാ കാലത്തേക്കും കൂട്ടാൻ പറ്റില്ല. അത് അവരുടെ ഭക്ഷണ സോഴ്സുകൾക്ക് മേലെയുള്ള ആക്സസും കൺട്രോളും അവർക്ക് ഉണ്ടായാൽ മാത്രമാണ് അത് എൻഷുർ ചെയ്യാൻ വേണ്ടി നമുക്ക് പറ്റുള്ളൂ. അത് ലാൻഡ് ഓണർഷിപ്പ് അതിൽ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ ഉള്ള ലാൻഡിലെ ബയോഡൈവേഴ്സിറ്റിന്റെ ബാക്കി നിൽക്കുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. വെള്ളത്തിന്റെയും മറ്റ് ഭക്ഷണ വസ്തുക്കളുടെയും ക്വാളിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ്. ഇത്തരം സംഗതികളെല്ലാം ഇതിൽ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതിന്റെ ഭാഗമായിട്ട് സീഡ് സോവർണിറ്റി എന്ന് പറഞ്ഞൊരു സാധനമുണ്ട്, വിത്തുകളുടെ മേലെയുള്ള അധികാരം. അപ്പം അതും ഒരു പരിസ്ഥിതി പ്രശ്നം തന്നെയാണ്. മനുഷ്യരുടെ കൺട്രോളിലുള്ള പ്രകൃതി വിഭവമാണ് യഥാർത്ഥത്തിൽ സീഡ് എന്ന് പറയുന്നത്. അപ്പോൾ ആ വിത്തിന്റെ മേലെയുള്ള മനുഷ്യരുടെ അവകാശവും ഇതുമായി ബന്ധപ്പെട്ട ഒരു സംഗതിയാണ്. മറ്റൊന്ന് അടുത്തൊന്ന് വൺ വേർഡ് വൺ ഹെൽത്ത് അണ്ടർസ്റ്റാൻഡിങ് ആണ്. നമ്മൾ കഴിഞ്ഞ വർഷമൊക്കെ വളരെ ദീർഘമായിട്ടുള്ള അവയർനെസ് പരിപാടികൾ സംഘടിപ്പിച്ചതാണ് വൺ വേർഡ് വൺ ഹെൽത്ത് അപ്രോച്ചുമായിട്ട് ബന്ധപ്പെട്ട്. നമുക്കറിയാം ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ നമ്മൾ എത്തി നിൽക്കുന്നത് മനുഷ്യരുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമുക്ക് ചുറ്റുമുള്ള മൃഗങ്ങളുടെയും അതുപോലെ ഇക്കോസിസ്റ്റങ്ങളുടെയും ആരോഗ്യം കൂടിയാണ്. നമുക്ക് നമ്മുടെ മാത്രം
ആരോഗ്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഇനി പ്രവർത്തിക്കാൻ വേണ്ടി കഴിയില്ല. എസ്പെഷ്യലി ഈ സൂണോട്ടിക് ജന്തുജന്യ രോഗങ്ങളുടെയൊക്കെ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഇത് പറയുന്നതെങ്കിൽ പോലും അത് കുറച്ചും കൂടി വലിയ ഒരു അണ്ടർസ്റ്റാൻഡിംഗ് ആണ്, ഓവർ ആർച്ചിങ് ആയിട്ടുള്ള ഒരു ധാരണയാണ്. അതായത് പിന്നെ പരിസ്ഥിതിയുടെ ആരോഗ്യത്തെ കൺസിഡർ ചെയ്യാതെ നമുക്കിനി പബ്ലിക് ഹെൽത്ത് എന്ന് പറയാൻ പറ്റില്ല, മനുഷ്യന്റെ ആരോഗ്യം എന്ന് പറയാൻ പറ്റില്ല എന്നുള്ളത്. ഇതിനെ ബേസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഇക്കോസിസ്റ്റം റിസ്റ്റോറേഷൻ ഡെക്കേഡ് നമ്മളിപ്പം ആചരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇനി ഒരു കാര്യം കൂടി പറയാം. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച എല്ലാ പിന്നെ പരിസ്ഥിതി അവബോധവും യഥാർത്ഥത്തിൽ ഇന്ന് എത്തി നിൽക്കുന്ന, പ്രത്യേകിച്ചും സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ് ഓഫ് നമ്മുടെ ചുറ്റുപാടുകളെ പറ്റിയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് എത്തി നിൽക്കുന്നത് ഒരു മൾട്ടി സ്പീഷീസ് അപ്രോച്ച് എന്ന ഒരു സ്ഥലത്താണ്. മൾട്ടി സ്പീഷീസ് അപ്രോച്ച് പറയുന്നത് നമ്മളും മറ്റ് ജീവജാലങ്ങൾ, ഇപ്പൊ ഇതിനു മുമ്പ് നമ്മൾ സൂചിപ്പിച്ചതെല്ലാം പരിസ്ഥിതി പ്രശ്നങ്ങൾ മനുഷ്യരുടെ പ്രശ്നമാണ്, പ്രകൃതിയുടെയും പ്രശ്നമാണ്. പക്ഷെ പരിസ്ഥിതി പ്രശ്നങ്ങൾ മനുഷ്യരുടെ ഇടയിൽ ഇൻഇക്വാലിറ്റി ഉണ്ടാക്കുന്നുണ്ട്. കുറെ മനുഷ്യർ ദുരിതത്തിലേക്ക് വീഴുകയും മറ്റു കുറച്ച് മനുഷ്യർ അഡ്വാൻറ്റേജ് ആയിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. അതുകൊണ്ട് നമുക്ക് പരിസ്ഥിതി പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യേണ്ടത് ഒരു ലൈവ്ലിഹുഡ് ഇഷ്യൂ ആയിട്ടും ഒരു അതിജീവന പ്രശ്നമായിട്ട് തന്നെയാണ് നമ്മൾ പരിസ്ഥിതി പ്രശ്നത്തെ കാണേണ്ടത് എന്നാണ്. അതവിടെ ഇരിക്കെ തന്നെ, അതങ്ങനെ ആയിരിക്കെ തന്നെ പരിസ്ഥിതി പ്രശ്നങ്ങളെ നമുക്ക് അല്ലെങ്കിൽ പരിസ്ഥിതിയിൽ മനുഷ്യർ എങ്ങനെ ആയിരിക്കുന്നു എന്നുള്ളതിനെ പറ്റി ചിന്തിക്കുമ്പം നമ്മൾ യഥാർത്ഥത്തിൽ നമ്മൾ എല്ലാവരും കൂടി ചേർന്നിട്ടുള്ള ഈ അതർ ദാൻ ഹ്യൂമൻ ആക്ടേഴ്സ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് വളരെ പ്രധാനപ്പെട്ടതായിട്ട് വരികയാണ്. നമ്മളല്ലാത്ത മറ്റു ആൾക്കാർ, അവർക്ക് എന്താണ് അവരുടെ റോള്, അവരും നമ്മളുമായിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്താണ്. അപ്പൊ പറയുന്നത് നമ്മൾ എല്ലാവരും കൂടെ ചേർന്ന് ഒരു വേൾഡ് മേക്കിംഗ് പ്രോജക്റ്റിലാണ് ഇടപെട്ടിരിക്കുന്നത് എന്നുള്ളതാണ് മൾട്ടി സ്പീഷീസ് അപ്രോച്ചിൽ പറയുന്നത്. ഇത് വൺ വേൾഡ് വൺ ഹെൽത്തിന്റെ ഒരു തുടർച്ചയായിട്ടോ അല്ലെങ്കിൽ അതിന്റെ ഒരു വിശദീകരണമായിട്ടോ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇപ്പൊ ആന്ത്രപ്പോളജിസ്റ്റുകളും സോഷ്യോളജിസ്റ്റുകളും ജിയോഗ്രഫേഴ്സും എല്ലാം കൂടി ചേർന്നിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു കോൺസെപ്റ്റ് ആണ് ഈ മൾട്ടി സ്പീഷീസ് അപ്രോച്ച് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ അകത്ത് ഓർഗാനിസംസ് ജീവിക്കുന്നുണ്ട്, നമ്മുടെ പുറത്ത് ഓർഗാനിസംസ് ഇരിക്കുന്നുണ്ട്, മൈക്രോ ഓർഗാനിസംസ് മുതൽ അങ്ങോട്ടുള്ളത്. ഇനി നമ്മൾ ഇക്കോസിസ്റ്റത്തെ പറ്റി കൂടുതൽ മനസ്സിലാക്കുമ്പം നമുക്കറിയാം, നമ്മുടെ സെല്ലുകളുടെ പ്രവർത്തനത്തെ പറ്റി മനസ്സിലാക്കുമ്പോൾ അത് കൂടുതൽ കോംപ്ലക്സ് ആയിക്കൊണ്ടാണ് എവല്യൂഷൻ ഇരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഇക്കോസിസ്റ്റത്തിനകത്തുള്ള റിലേഷൻഷിപ്സ് നോക്കിയാലും, ഇപ്പൊ ആദ്യം മാർക്സിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. ഈ അജൈവ ശരീരം എന്ന് പറഞ്ഞിട്ടുള്ള പ്രകൃതി എന്ന് പറയുന്ന അജൈവ ശരീരവും നമ്മളുമായിട്ടുള്ള ബന്ധം, അതിനകത്തുള്ള റിലേഷൻഷിപ്സ്, അതിന്റെ ഡൈനാമിസം, ഇതെല്ലാം തന്നെ വളരെയധികം കോംപ്ലക്സും കോംപ്ലിക്കേറ്റഡും ആയിട്ടാണ് ഓരോ ദിവസം കഴിയുമ്പോഴും ഇവോൾവ് ആയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഒരു ഇക്കോസിസ്റ്റത്തിനകത്ത് മനുഷ്യർ എവിടെയാണോ, ഇപ്പം സിറ്റിയിൽ ഇരിക്കുന്ന ആളുടെ ഇക്കോസിസ്റ്റം സിറ്റി ആയിരിക്കും. ഇക്കോസിസ്റ്റത്തിനകത്ത് എന്ന് പറയുമ്പോൾ ഉടനെ കാട്ടിലിരിക്കുന്നു എന്ന് നമ്മൾ സങ്കല്പിക്കേണ്ട ആവശ്യമില്ല. സിറ്റിയിലിരിക്കുന്ന ആളുടെ ഇക്കോസിസ്റ്റം സിറ്റി ആയിരിക്കും. പക്ഷെ സ്റ്റിൽ ആ സിറ്റിക്കകത്ത് ഈ മൾട്ടിപ്പിൾ റിലേഷൻഷിപ്പിന്റെ ഉള്ളിലാണ് നമ്മൾ ഇരിക്കുന്നതെന്നും അങ്ങനെ ഒരു മൾട്ടി സ്പീഷീസ് വേൾഡ് മേക്കിംഗ് പ്രോജക്റ്റിന്റെ ഭാഗമാണ് മനുഷ്യരും എന്നുള്ള അണ്ടർസ്റ്റാൻഡിങ്ങിനെയാണ് നമ്മൾ മൾട്ടി സ്പീഷീസ് അപ്രോച്ച് എന്ന് പറയുന്നത്. അത് നമുക്ക് പുതിയ പരിസ്ഥിതി അവബോധവും തരികയും മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്യും. ഏതൊക്കെയാണ് നമ്മൾ നടത്തിയിട്ടുള്ള എൻവിറോൺമെന്റൽ ഇടപെടലുകൾ, അതിനകത്ത് ഏതെല്ലാം ഫിലോസഫീസ് ആണ് നമ്മളെ സ്വാധീനിച്ചിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ കൂടുതലും നമ്മൾ ഒരു ആന്ത്രപ്പോസെൻട്രിക് ആയിട്ടുള്ള അപ്രോച്ചിൽ കൂടിയാണ് പോയിട്ടുള്ളത് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത്. പക്ഷെ എങ്കിൽ പോലും ആന്ത്രപ്പോസെൻട്രിസത്തിൽ തന്നെ താഴത്തെ ഒരു അതിജീവന പ്രശ്നമായിട്ട് പരിസ്ഥിതിയെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനും ഒരു വികസനത്തിന്, ഓൾട്ടർനേറ്റീവ് വികസനത്തിന്റെ ഒരു സാധ്യതയായിട്ട് പരിസ്ഥിതിയെ ഇന്റർപ്രറ്റ് ചെയ്യുന്നതിനും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇനി നമ്മൾ എങ്ങോട്ടാണ് പോകേണ്ടത്, മുന്നോട്ട് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു ആശയധാരയെ വികസിപ്പിക്കേണ്ടത് എന്നുള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് കാലാവസ്ഥാ വ്യതിയാനത്തിന്റെ കാലത്താണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആണ് നമുക്ക് വേണ്ടത്. എന്താണ് ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാലത്ത് നമ്മുടെ ഒരു പോളിറ്റിക്സ് എന്താണ്, ക്ലൈമറ്റ് ചേഞ്ചിന്റെ രാഷ്ട്രീയം എന്താണ്, അത് രാജ്യങ്ങളും തമ്മിലുള്ള
ഒരു പ്രശ്നമായിട്ട് നമ്മൾ കാണാറുണ്ട്. ഏറ്റവും കൂടുതൽ കാർബൺ എമിറ്റ് ചെയ്യുന്ന രാജ്യങ്ങൾ, ഏറ്റവും കൂടുതൽ കൺസ്യൂം ചെയ്യുന്ന രാജ്യങ്ങൾ, ഏറ്റവും കൂടുതൽ ഇൻഡസ്ട്രീസ് ഉള്ള രാജ്യങ്ങൾ, ഹിസ്റ്റോറിക്കലായിട്ട് ഏറ്റവും വികസിച്ചിട്ടുള്ള വികസിത രാജ്യങ്ങൾ, അവരാണ് നമ്മൾ ഇന്ന് എത്തി നിൽക്കുന്ന ഈ ക്രൈസിസിന്റെ കാരണക്കാരായിട്ട് നമുക്ക് പറയാനുള്ളത്. അത് അവിടെ നിലനിൽക്കുന്ന ഒരു ക്യാപിറ്റലിസ്റ്റിക് ഡെവലപ്മെന്റ് മോഡൽ തന്നെയാണ് അതിനുള്ള കാരണമായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയും പറ്റുന്നത്. അത് പറയുമ്പോൾ തന്നെ നമുക്ക് ഒരു കാര്യം, ഈ ക്ലൈമറ്റ് ചേഞ്ചുമായിട്ടുള്ള പൊളിറ്റിക്സിൽ ഡിബേറ്റിൽ തന്നെ ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള പൊളിറ്റിക്സ് ഉണ്ട്. അത് പല സമയത്തും കാർബണിലേക്ക്, എല്ലാ പരിസ്ഥിതി പ്രശ്നങ്ങളിലേക്കും കാർബണിലേക്ക് ചുരുക്കിക്കൊണ്ടിരുന്നതായിട്ടും കാർബൺ ക്രെഡിറ്റ് എന്നുള്ളതിലേക്ക് ചുരുക്കിക്കൊണ്ടിരുന്നതായിട്ടും നമുക്ക് പലപ്പോഴും കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവര് ഓൾട്ടർനേറ്റീവ് ടെക്നോളജീസ്, ഈ ടെക്നോഫിക്സ് ഐഡിയോളജി എന്ന് പറയുന്നതും ഈ ആന്ത്രപ്പോസെൻട്രിസത്തിന്റെ ഒരു പ്രശ്നമുള്ള വശമാണ്. അതായത് എല്ലാം ടെക്നോളജി കൊണ്ട് നമുക്ക് എല്ലാത്തിനെയും ഫിക്സ് ചെയ്യാൻ പറ്റും, സയൻസ് കൊണ്ട് നമുക്ക് എല്ലാത്തിനെയും ഫിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധാരണ. ഒരു വശത്ത് സയന്റിഫിക് അണ്ടർസ്റ്റാൻഡിങ് എത്രത്തോളം കോംപ്ലക്സ് ആണ് ഈ ജീവന്റെ ലോകം എന്ന് നമ്മളെ മനസ്സിലാക്കിപ്പിച്ച് തരുമ്പോൾ തന്നെ സയൻസ് കൊണ്ട് നമുക്ക് എല്ലാം ഫിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ധാരയുമുണ്ട്, ടെക്നോളജി കൊണ്ട് നമുക്ക് എല്ലാം ഫിക്സ് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഐഡിയോളജിയും ഉണ്ട്. അപ്പൊ അത്തരം ഒരു ഐഡിയോളജിനെ ബേസ് ചെയ്തുകൊണ്ട് ക്യാപിറ്റലിസം ഇപ്പം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് കാലാവസ്ഥ വ്യതിയാനത്തെ കൂടി ഉപയോഗപ്പെടുത്തി ഈ ഓൾട്ടർനേറ്റീവ് ടെക്നോളജീനെ ഏറ്റവും കൂടുതൽ സെൽ ഔട്ട് ചെയ്യുക എന്നുള്ളതാണ്. അപ്പൊ എപ്പോഴും ഈ എൻവിറോൺമെന്റലിസത്തിനകത്ത് തന്നെയുള്ള ഡിസ്കോഴ്സിൽ നമുക്ക് കാണാൻ പറ്റും, അതിനെ പറ്റിയിട്ടുള്ള ശാസ്ത്രം അല്ലെ അതിനെ പറ്റിയിട്ടുള്ള സയൻസ് എന്ന് പറയുന്നത് ഒരു എലൈറ്റ് ആയിട്ടുള്ള പഠിച്ചിട്ടുള്ള ആൾക്കാരുടെ അടുത്തും ടെക്നോളജി എന്ന് പറയുന്നത് ഒരു പ്രോഡക്റ്റ് ആണ്. അത് നമുക്ക് വാങ്ങിക്കേണ്ട, നമ്മുടെ പൈസ കൊടുത്ത് വാങ്ങിക്കേണ്ട, നമ്മളെ ചൂഷണം ചെയ്യാൻ പറ്റിയ സംഗതിയാണ്. അത് എപ്പോഴും താഴെ നമ്മളെ സാധാരണക്കാരുടെ അടുത്തേക്കും വരുന്നു എന്നുള്ള ഒരു പ്രവണതയെ പറ്റിയും പറയാറുണ്ട്. അപ്പൊ അതിന് എതിരെയാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഇതിനു മുമ്പുള്ള ഒരു ക്ലാസ് അവസാനിക്കുമ്പോൾ വളരെ കൃത്യമായിട്ട് സിദ്ധാർത്ഥൻ സാറിന്റെ ക്ലാസ് അവസാനിക്കുന്ന സമയത്ത് സാർ അത് കൃത്യമായിട്ട് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോ ഈ ക്ലൈമറ്റ് ചേഞ്ചിന്റെ കാലത്തും ടെക്നോഫിക്സ്, അപ്പൊ ഇന്ത്യയിലേക്ക് നോക്കിയാൽ നമുക്കറിയാം, ഇന്ത്യന്റെ 2070 ആകുമ്പോഴേക്കും നമ്മൾ നെറ്റ് സീറോ ആവും എന്ന് പറഞ്ഞു. പക്ഷെ അതിനുവേണ്ടി നമ്മൾ മുന്നോട്ട് വെക്കുന്ന എല്ലാം ഗ്രീൻ ടെക്നോളജി, ഇലക്ട്രിക് വെഹിക്കിൾസ്, സോളാർ ഇലക്ട്രിഫിക്കേഷൻ, അത്തരം സംഗതികളാണ്. എന്ന് പറഞ്ഞാൽ അത് വീണ്ടും ഒരു കച്ചവടത്തിനുള്ള സാധ്യതകളെയാണ് അവർ അതിനകത്ത് നിന്ന് ഓപ്പൺ അപ്പ് ആക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. എന്നാൽ അതേസമയം നമ്മൾ ജീവിക്കുന്ന എവിടെയാണ്? ക്യാപിറ്റലിസം, ക്രോണിക് ക്യാപിറ്റലിസത്തിനകത്താണ് നമ്മൾ ജീവിക്കുന്നത്. അതുപോലെ നിയോ ലിബറൽ, അതായത് എല്ലാ അതിർത്തികളും തുറന്നു വെച്ചിട്ടുള്ള ഒരു വേൾഡ് ഓർഡറിനകത്താണ് നമ്മൾ ഇരിക്കുന്നത്. ഈ കാലം ഈ ക്യാപിറ്റലിസം എന്ന് പറയുന്ന ഒരു എക്കണോമിക് സിസ്റ്റം മാത്രമല്ല, അതൊരു സോഷ്യൽ സിസ്റ്റവും അതൊരു കൾച്ചറും കൂടിയാണ്. എന്ന് പറഞ്ഞാൽ ഒരു കൾച്ചർ ആണെന്ന് പറഞ്ഞാൽ അത് ഒരു വാല്യൂ സിസ്റ്റത്തെ കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അത് പ്രൊഡ്യൂസ് ചെയ്യുന്ന വാല്യൂ സിസ്റ്റം എന്ന് പറയുന്നത് കൺസ്യൂമറിസത്തിൻ്റെതാണ്. നിങ്ങളെ സാധനങ്ങൾ വാങ്ങിപ്പിക്കാൻ തയ്യാറുള്ള വെറും കൺസ്യൂമേഴ്സ് ആയിട്ട് മാർക്കറ്റ് പ്ലേസിൽ സംഘടിക്കാൻ ശേഷിയില്ലാത്ത, ചിന്തിക്കാൻ ശേഷിയില്ലാത്ത മനുഷ്യരായിട്ട് നിർത്തിക്കുക എന്നുള്ളതാണ് ക്യാപിറ്റലിസത്തിന്റെ ആവശ്യം. അപ്പൊ അത്തരം ഒരു സ്ഥലത്ത് എവിടെയാണ് ഹൗ ടു ഡിസ്റ്റിങ്വിഷ് ഗ്രീഡ് ആൻഡ് നീഡ്, ഏതാണ് നമ്മുടെ ആവശ്യം, ഏതാണ് നമ്മുടെ ആർത്തി എന്ന് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സ്ഥലത്ത് നമ്മളോട് ക്ലൈമറ്റ് ചേഞ്ചിനെ പറ്റിയും മാറേണ്ട ഒരു ജീവിത ശൈലിയെ പറ്റിയും നമ്മൾ എങ്ങനെയാണ് പുതിയ ഒരു കാലത്ത് ഈ ലിമിറ്റഡ് ആയിട്ടുള്ള റിസോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് ലോകത്തെ എല്ലാ മനുഷ്യർക്കും സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും എങ്ങനെ ജീവിക്കാം എന്നുള്ള ചിന്തയെ പറ്റി ആലോചിക്കുമ്പം കേരളത്തിനകത്ത് ഇരുന്നു കൊണ്ട് പോലും ആലോചിക്കും ഏതൊക്കെയാണ് നമ്മുടെ ആവശ്യങ്ങൾ, ഏതൊക്കെയാണ് നമ്മുടെ അത്യാർത്ഥികൾ എന്ന് നമുക്ക് തിരിച്ചറിയേണ്ട കാര്യമുണ്ട്. പലപ്പോഴും അമേരിക്ക എമിഷൻ നിർത്തിയതിന് ശേഷം നമ്മൾ എമിഷൻ നിർത്താം എന്നുള്ള ഇന്ത്യ സർക്കാരിന്റെ വാദത്തോട് നമ്മൾ ചേർന്ന് നിൽക്കാറുണ്ട്. പക്ഷെ അതേസമയം ആ വാദം നമ്മൾ വെക്കുന്ന സമയത്ത് നമ്മൾ നോക്കേണ്ട ഒരു കാര്യം, ഇന്നലത്തെ പ്രസന്റേഷൻസിന്റെ ഒരു സ്ലൈഡായിരുന്നു. ഇന്നലത്തെ പ്രസന്റേഷൻ ഒരു സ്ലൈഡിൽ ഇന്ത്യന്റെ പെർ ക്യാപിറ്റ ഇൻകത്തെ പറ്റിയും നമ്മുടെ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റിനെ പറ്റിയൊക്കെ പറയുകയുണ്ടായി. അപ്പൊ അംബാനി എത്ര ദരിദ്രരുണ്ടെന്നും എത്ര ധനികരുണ്ടെന്നും ഒക്കെ പറയുകയുണ്ടായി. അപ്പോ ഈ കാലത്തെ ഏതെങ്കിലും ഒരു ഗവൺമെന്റിന് ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള നിയന്ത്രണമുള്ള ഒരു എക്കണോമി ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ, ഒരു ഗ്ലോബൽ ഇക്കണോമിയാൽ നിയന്ത്രിക്കപ്പെടുന്ന, ഇന്ത്യക്ക് അകത്ത് തന്നെയുള്ള ക്യാപിറ്റലിനെ നിയന്ത്രിക്കപ്പെടുന്ന ഒരു ഗവൺമെന്റിന്റെ അകത്തിരുന്നുകൊണ്ട് നമുക്ക് രാജ്യങ്ങൾ തമ്മിലുള്ള പൊളിറ്റിക്സിനകത്ത് അതിനകത്തൊരു റോളുണ്ട്. പക്ഷെ അതിന്റെ അപ്പുറത്തേക്ക്
ഈ രാജ്യത്തിനകത്തുള്ള മനുഷ്യന്മാരുടെ ഇടയിൽ, ഈ രാജ്യത്തിന് അകത്തുള്ള ആളുകൾക്കിടയിൽ എങ്ങനെയാണ് ഈ വിഭവങ്ങൾ വിന്യസിക്കപ്പെട്ടിട്ടുള്ളത്? ഇപ്പൊ അംബാനി എമിറ്റ് ചെയ്യുന്നതും വയനാട്ടിലെ ഒരു ആദിവാസി എമിറ്റ് ചെയ്യുന്നതും ഇടയിൽ അത് കാണാനും, അംബാനിക്കുള്ളതിനെ പോലെ അല്ല, ഈ ആദിവാസിക്കും ഒരു സാധാരണ മനുഷ്യനായിട്ട് ആരോഗ്യത്തോടെയും സന്തോഷത്തോടെയും ജീവിക്കാനുള്ള വിഭവങ്ങൾ ലഭ്യമാകുന്ന തരത്തിൽ ഒരു സാമൂഹ്യ വ്യവസ്ഥ ഉണ്ടായി വരുന്നതിന് വേണ്ടിയിട്ടും അതിൽ ക്ലൈമറ്റ് ചേഞ്ച് പോലുള്ള സാഹചര്യങ്ങളിൽ അവർക്ക് ഉണ്ടാകാൻ പോകുന്ന കൂടുതൽ ദുരിതങ്ങളെ ലഘൂകരിക്കുന്നതിന് വേണ്ടിയിട്ടും ഒക്കെ ആലോചിക്കുമ്പം ഈ സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുന്ന, എൻവിറോൺമെന്റൽ ജസ്റ്റിസ് എന്ന് പറഞ്ഞ, ക്ലൈമറ്റ് ജസ്റ്റിസ് എന്ന് പറഞ്ഞിട്ടുള്ള ആശയത്തെ നമുക്ക് ഗവൺമെന്റ് വെസ് ഗവൺമെന്റ് എന്നുള്ളതിന്റെ അപ്പുറത്തേക്ക് കുറച്ചുകൂടി ക്ലാസിന്റെ ഇടയിലും കാസ്റ്റിന്റെ ഇടയിലും ഒക്കെ പ്ലേസ് ചെയ്യും, ജെൻഡറിന്റെ ഇടയിലും ഒക്കെ പ്ലേസ് ചെയ്യും, ഇന്റർപ്രറ്റ് ചെയ്യും, നമ്മുടെ സമൂഹത്തിൽ അത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കുകയും ഒക്കെ ചെയ്യേണ്ട ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ഇരിക്കുന്നത് എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. ആ സമയത്ത് നമുക്ക് ഇന്ത്യന്റെ ലീഗൽ, ഇപ്പൊ നമ്മൾ കാർബൺ പൊളിറ്റിക്സിന്റെ കാര്യം പറഞ്ഞു. ആ സമയത്ത് ഇന്ത്യയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഫോറസ്റ്റ് പോളിസിയിൽ ഉണ്ടായിരിക്കുന്ന അമെന്റ്മെന്റുകൾ, ഇന്ത്യൻ ഫോറസ്റ്റ് പോളിസി വലിയ തോതിൽ അമെന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ പിന്നെ നോർത്ത് ഇന്ത്യയിൽ മുഴുവനും തന്നെ നമ്മുടെ ഫോറസ്റ്റുകൾ ഓപ്പൺ അപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നോർത്ത് ഈസ്റ്റില് മണിപ്പൂരിലൊക്കെ ഉണ്ടായ കലാപങ്ങളുടെ പ്രധാനപ്പെട്ട കാരണം തന്നെ അവിടുത്തെ ലാൻഡ് പൊളിറ്റിക്സ് ആണ് എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കുകയും അതിനകത്തൊക്കെ അതിനെയൊക്കെ മനസ്സിലാക്കാനുള്ള ഒരു ടൂള് നമ്മുടെ കയ്യിൽ ആവശ്യം എന്താണ് പറയാ, ബൗദ്ധികമായിട്ടുള്ള ഒരു തെളിച്ചം നമുക്ക് ആവശ്യമുള്ള ഒരു കാലത്ത് കൂടിയാണ് നമ്മൾ ഇരിക്കുന്നത്. ഇനി കേരളത്തിലേക്ക് വന്നാല് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് കേരളത്തിലേക്ക് വരാം. ഇന്ത്യക്കകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ഈ ടെക്നോളജീസ് ഒക്കെ പറയുമ്പോൾ തന്നെ വലിയ തോതിലുള്ള ലീനിയർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ്, ഞാനിപ്പോ ബാംഗ്ലൂർ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്, മൈസൂർ ഇരുന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. നമുക്ക് ബാംഗ്ലൂർ മൈസൂർ ഹൈവേന്റെ ഇത് നമ്മുടെ ട്രെയിനുകൾ, ഹൈസ്പീഡ് ട്രെയിനുകൾ തുടങ്ങിയിട്ടുള്ള എല്ലാ ലീനിയർ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലാണ് രാജ്യം ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വികസനങ്ങൾ നടക്കുമ്പം സൈഡായി പോകുന്ന മനുഷ്യന്മാരുടെ പ്രശ്നവും യഥാർത്ഥത്തിൽ പരിസ്ഥിതി പ്രശ്നമാണ്. അപ്പൊ അതിനെ നമുക്ക് അങ്ങനെ മനസ്സിലാക്കേണ്ടതുണ്ട്. അതുപോലെ രാജ്യത്തിന്റെ മൊത്തം സമ്പത്ത് എവിടെയാണ് ഇൻവെസ്റ്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ള പ്രശ്നം. അവിടുന്ന് നമുക്ക് കേരളത്തിലേക്ക് വരുമ്പം കേരളത്തിലും നമുക്ക് ചില കാര്യങ്ങൾ പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മുടെ വെറ്റ്ലാൻഡ് കൺസർവേഷൻ ആക്ടിന് എന്ത് സംഭവിച്ചു, അതുപോലെ നമ്മുടെ ഭൂമിക്കും ഇക്കോസിസ്റ്റങ്ങൾക്കും എന്ത് സംഭവിക്കുന്നു, ലാൻഡ് നിയമങ്ങൾ വല്ലാതെ ഡൈല്യൂട്ട് ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നമുക്ക് മാസീവ് ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു തരത്തിലേക്ക് കേരളവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ നമ്മൾ ഇൻവൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന റീറ്റെയിൽ ബിസിനസ് കേരളത്തിൽ നമുക്ക് ഇൻഡസ്ട്രീസ് ഇല്ല, പക്ഷെ കേരളത്തിൽ ഫ്ലറിഷ് ചെയ്യുന്ന ഒരു സാധനം കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് റീറ്റെയിൽ ബിസിനസ് സെക്ടറാണ്. ഈ റീറ്റെയിൽ ബിസിനസ് സെക്ടർ യഥാർത്ഥത്തിൽ ഈ ക്രോണിക് ക്യാപിറ്റലിസത്തിന്റെ കൺസ്യൂമറിസം എന്ന് പറയുന്ന ഐഡിയോളജീനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാധനമാണ്. നമുക്ക് എങ്ങനെ അതിനെ പ്രതിരോധിക്കാൻ വേണ്ടി കഴിയും? ഇനി നമ്മുടെ അഗ്രികൾച്ചർ ഒരു വിധത്തിൽ എങ്ങനെ അതിനെ തിരിച്ചു പിടിച്ചുകൊണ്ട് വരാൻ പറ്റും? ഇത്തരത്തിലുള്ള ഒക്കെ കാര്യങ്ങൾ ഇപ്പം കേരളത്തിനെ പറ്റി എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ സൂചിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. എന്തായാലും വളരെ ബൗദ്ധികമായി ഉണർന്നിരിക്കേണ്ട ഒരു കാലത്താണ് നമ്മൾ ഇരിക്കുന്നത്. നമ്മുടെ പരിസ്ഥിതി ബോധവും പരിസ്ഥിതി ഡിസ്കോഴ്സും എൻവിറോൺമെന്റൽ ഡിസ്കോഴ്സും നമ്മൾ പുതിയ കാലത്തിന് ചേരുന്ന രീതിയിലേക്ക് കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട്. അതിന് നമ്മൾ ഒരുപാട് ചർച്ച ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഞാൻ വായിച്ച് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് പ്രസന്റ് ചെയ്തത്. നമുക്ക് ചർച്ച ചെയ്തിട്ടും കൂട്ടായി ആലോചിച്ചിട്ടും വേണം കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പരിസ്ഥിതി രംഗത്ത് എങ്ങനെയാണ് ഇടപെടാൻ പോകുന്നത്, കേരളത്തിൽ നമ്മൾ എങ്ങനെയാണ് ഈ ഡിസ്കോഴ്സിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നത് എന്ന് ആലോചിക്കേണ്ടത്. അതിന് താഴെത്തട്ടിലുള്ള ചർച്ചകൾ ആവശ്യമാണ്, പല തട്ടുകളിലുള്ള ചർച്ചകളും ആവശ്യമാണ്. പലതരം പ്രശ്നങ്ങളിൽ നമ്മൾ ഇടപെടുകയും അതിനെ വിശകലനം ചെയ്യുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇതൊക്കെ നടക്കുമെന്ന പ്രതീക്ഷയോടെ നിർത്തുന്നു. നന്ദി.